ബഹുമാന്യനും ആദരണീയനുമായ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സണ്ണി എം കബക്കാട് അവർകൾ ഈ നേതൃസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറെ ബഹുമാന്യനായ ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന ചെയർമാനും CSTSൻ്റെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ KK സുരേഷ് അവർകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ ഗീതാനന്ദൻ മാഷ്, ബഹുമാന്യായ അഡ്വക്കേറ്റ് ശാന്തമ്മ മാഡം, ബഹുമാന്യായ ശ്രീ അംബുജാക്ഷൻ സാറ്, ശ്രീ IR സദാനന്ദൻ സാറ്, ഏറെ പ്രിയപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് PA പ്രസാദ്, ഡോക്ടർ S അറുമുഖം, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട സണ്ണി സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ഡയസിലിരിക്കുന്ന നേതാക്കളെ പോലെ തന്നെ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ ഉത്തരവാദിത്വം പങ്ക് നിർവഹിച്ച നേതാക്കളാണ് ഈ വേദിയിലാകമാനമുള്ളത്. എല്ലാവരും തുല്യ പ്രാധാന്യമുള്ള ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. എൻ്റെ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഏതാനും വാക്കുകൾ കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, 2026 ഏപ്രിൽ മാസം 10-ാം തീയതി നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരൻ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്തയാണ് വർത്തമാന പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളും നമ്മൾ കേൾക്കുന്നത്. ഒരുപക്ഷെ 2026 ഏപ്രിൽ മാസം 10-ാം തീയതി ഈ ദുരൂഹമായ മരണം നമ്മളൊക്കെ അറിഞ്ഞെങ്കിലും അതൊരു ദലിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണെന്ന് തിരിച്ചറിയാൻ നമുക്കൊരു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 2010 ഏപ്രിൽ മാസം 11-ാം തീയതിയാണ് പുറംലോകം അറിയുന്നത് ഒരു ദലിത് വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. 12-ാം തീയതിയാണ് നമ്മുടെയൊക്കെ ചർച്ചകളിലും വർത്തമാനങ്ങളിലും ആ മരണത്തിന് പിന്നിൽ ചില ദുരൂഹതകളുണ്ട് എന്ന് അറിയുന്നത്. ഏപ്രിൽ മാസം 14-ാം തീയതി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തിൽ കേരളത്തിലാകമാനം ഒത്തുകൂടിയ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളും ദലിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും തിരിച്ചറിഞ്ഞു, കലാലയങ്ങളിൽ ആകമാനം നടക്കുന്ന ജാതി വിവേചനത്തിൻ്റെയും ജാതി പീഡനത്തിൻ്റെയും ഏറ്റവും പുതിയ ഉദാഹരണമാണ് നിതിൻ രാജ് എന്ന്. ഏപ്രിൽ മാസം 14-ാം തീയതി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനത്തിൽ കേരളത്തിലാകമാനമുള്ള ദലിത് ജനവിഭാഗങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഒറ്റ തീരുമാനത്തിലെത്തി. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനിയും കലാലയങ്ങളിൽ ദലിത് ആദിവാസി ജനവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ജാതിപരമായി പീഡിപ്പിക്കപ്പെടുവാൻ പാടില്ല, ജാതിപരമായ വിവേചനം അനുഭവിക്കാൻ പാടില്ല, അതിന് ഐക്യപ്പെടണം. 15-ാം തീയതി മുതൽ നിതിൻ രാജിൻ്റെ ഭവനത്തിലെത്തി നമ്മൾ ഓരോരുത്തരും സത്യാവസ്ഥ അന്വേഷിച്ചു. നിതിൻ രാജിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, അദ്ദേഹം ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവായിരുന്നു. 22 വയസ്സുള്ള ഒരു യുവാവായിരുന്നു. വളരെ നിർധനരായ മാതാപിതാക്കളുടെ മകനായിരുന്നു. കയറിക്കിടക്കാൻ ഒരു ഭവനം പോലുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അദ്ദേഹം ഒരു സംഘടനാ പ്രവർത്തനങ്ങളിൽ പോലും സജീവമായുള്ള ഒരു കുടുംബമായിരുന്നില്ല. ഒരുപക്ഷെ കേരളത്തിലെ ആധുനിക രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകൂടവും പറയുന്നത് കേരളത്തിൽ പട്ടിക വിഭാഗങ്ങളല്ല, കേരളത്തിൽ ഒരാൾക്ക് പോലും ഭവനമില്ലാത്ത ഒരാളില്ല എന്നാണ് പറയുന്നത്. ഭവനമില്ലാത്ത ഒരാൾ പോലുമില്ല എന്ന് വർത്തമാന പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന ഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു വാടക വീട്ടിൽ താമസിക്കുന്ന, വാടക വീട്ടിൽ നിന്നും പഠനം നടത്തുന്ന നിതിൻ രാജിൻ്റെ കുടുംബം. ഞാൻ പറഞ്ഞു വരുന്നത്, ഏപ്രിൽ മാസം 16-ാം തീയതി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിയ എല്ലാ നേതാക്കന്മാരും പരസ്പരം ആലോചിച്ചു,
എന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും രാജൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് നേതാക്കന്മാർ എത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, വീടുകളിൽ പോകുന്നു, ഫേസ്ബുക്കിലിടുന്നു. ഞങ്ങൾ സന്ദർശിച്ചു, നമ്മൾ പ്രതിഷേധിക്കുന്നു, എതിർക്കുന്നു. പക്ഷേ എല്ലാവരും പരസ്പരം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആത്യന്തികമായി കലാലയങ്ങളിലെ ഈ ജാതി പീഡനം അവസാനിപ്പിക്കുവാൻ എന്താണ് മാർഗനിർദ്ദേശം? ഒരുപക്ഷെ പരസ്പരം കണ്ണിൽ നോക്കിയ നേതാക്കന്മാർക്ക് മുമ്പിൽ പരിഹാരമില്ലായിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ്, ഞാൻ ദീർഘമായി പോകുന്നില്ല, കേരളത്തെ സ്തംഭിപ്പിക്കുവാൻ കഴിയുന്ന, കേരളത്തിലെ സർവ്വജനങ്ങളും ചർച്ച ചെയ്യുന്ന, കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചർച്ച ചെയ്യുന്ന, കേരളത്തിലെ ഭരണകൂടം ചർച്ച ചെയ്യുന്ന നിലയിലേക്ക് നിതിൻ രാജിൻ്റെ മരണത്തെ എത്തിക്കുവാൻ കേരളത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായേ മതിയാവൂ. വ്യത്യസ്ത സംഘടനകളുടെ പേരിൽ, വ്യത്യസ്ത ജാതിയുടെ പേരിൽ, വ്യത്യസ്ത ഗ്രൂപ്പുകളുടെ പേരിൽ സമൂഹത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന നമ്മൾ ഈ സമൂഹത്തെ ഐക്യപ്പെടുത്തുവാൻ ഇനിയും നമ്മൾ ഒന്നിച്ചില്ല എങ്കിൽ കാലം നമ്മളെ ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് എല്ലാവരും അവസാനം ഒരു തീരുമാനത്തിലെത്തിയത്. എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, ശ്രീ കെ സുരേഷ്, അദ്ദേഹം 15-ാം തീയതി ഞാൻ മരണവീട്ടിൽ പോകുന്നു. 16-ാം തീയതിയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ ആലോചിക്കണം. അദ്ദേഹം പ്രാഥമികമായി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ പറഞ്ഞത്, നമുക്കെല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കുന്നു, തിരിച്ചറിയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, നമ്മൾ പിടിക്കുന്ന കൊടിയാണ് വലുത്, നമ്മൾ നിൽക്കുന്ന സംഘടനയാണ് വലുത്, നമ്മളുടെ പ്രസംഗമാണ് വലുത്, നമ്മളുടെ ആശയമാണ് വലുത് എന്ന് പറയുന്നതിൽ പരസ്പരം മത്സരിച്ചവരാണ് നാം എല്ലാവരും. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഒരു ഇട പോലുമില്ലാത്ത ഒരു സമൂഹമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് തെറ്റുപറ്റി എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമുക്കെല്ലാവരോടും സംസാരിക്കാം. അങ്ങനെയാണ് 18-ാം തീയതി കേരളത്തിൽ എല്ലാ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും, ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും, സംഘടനകളെയും എല്ലാം ചേർത്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരു പ്രക്ഷോഭത്തെക്കുറിച്ച് ആലോചിച്ചത്. 145-ലധികം നേതാക്കന്മാർ പങ്കെടുത്ത യോഗത്തിൽ, ഗൂഗിൾ മീറ്റിൽ ഒരുപക്ഷെ പല ആളുകളും പറഞ്ഞത്, പോലീസ് വരും, പോലീസ് പിടിക്കും, ആളുകൾ അറസ്റ്റ് ചെയ്യും, എന്തിനാണ് കേസിൽ പ്രതിയാകുന്നത്, അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് ജില്ലാ മീറ്റിങ്ങുകൾ നടത്താം, ജില്ലാ സമ്മേളനം നടത്താം, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്താൻ വ്യത്യസ്തമായ ആശയങ്ങൾ വന്നു. പക്ഷേ പോരാട്ടത്തിൻ്റെ തണലും പോരാട്ടത്തിൻ്റെ വീര്യവും ഉൾക്കൊണ്ട ഡോക്ടർ അംബേദ്കറുടെയും മഹാത്മാ അയ്യൻകാളുടെയും ചെറുമക്കൾക്ക് ഈ പോരാട്ടത്തെ കേവലമായ ഒരു സമരമാക്കി മാറ്റാനല്ല തീരുമാനിച്ചത്. കേരളത്തിൻ്റെ ഭരണകൂടത്തെ സ്തംഭിപ്പിക്കുവാൻ ഒരു ഹർത്താൽ അനിവാര്യമാണെന്നുള്ള തീരുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയത്. ഒരുപക്ഷെ എല്ലാവരും ആ വീട്ടിൽ കൂടി എല്ലാവരും തീരുമാനിച്ചു, ഹർത്താൽ സംഘടിപ്പിക്കാം. പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായെങ്കിലും, എതിർപ്പുകൾ ഉണ്ടാകുന്ന അറിഞ്ഞിട്ടും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നു. മംഗലാപുരം മുതൽ പാറശാല വരെയുള്ള നമുക്കറിയാവുന്ന എല്ലാ പട്ടിക വിഭാഗ സംഘടനകളെയും, എല്ലാ ദളിത് സംഘടനകളെയും, എല്ലാ ആദിവാസി സംഘടനകളെയും നമ്മുടെ ബന്ധങ്ങളിലൂടെ നമ്മൾ രമേശ് സാറെ കയറി വരെ രമേശ് സാറേ ഒരാൾ കയറി വാ. നമ്മളെല്ലാവരും വിളിച്ചു. ഒരിക്കൽ പോലും ഒരു ആക്സിഡൻ്റലായി സംഭവിച്ച ഒരു കൂട്ടായ്മ എന്ന നിലയിൽ എല്ലാവരെയും വിളിച്ചു ചേർക്കുന്നതിൽ നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു. ആരെ വിളിക്കണമെന്നോ പ്രത്യേകം വിളിക്കേണ്ടവരെന്നോ പ്രത്യേകം വരേണ്ടവരെന്നോ നമ്മൾ കരുതിയില്ല. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിളിച്ചു കൂട്ടി. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ ഹർത്താൽ പ്രഖ്യാപിച്ചത് ഒരു കേവലമായ ഒരു നിലയിലല്ല. 18-ാം തീയതി തിരുവനന്തപുരത്ത് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. ആ പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഒട്ടുമിക്ക പത്രദൃശ്യ മാധ്യമങ്ങൾ പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഹർത്താലിൻ്റെ പ്രഖ്യാപനം ദൃശ്യമാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആ ദൃശ്യമാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, 18-ാം തീയതി കേരളത്തിൽ ഹർത്താലാണ്. കേരളത്തിൽ നിലനിൽക്കുന്ന നിയമമനുസരിച്ച് 7 ദിവസം മുമ്പ് DGPക്ക് കത്ത് കൊടുക്കണം ഒരു ഹർത്താൽ നടത്തണമെങ്കിൽ. എല്ലാ സംഘടനകളും ഒപ്പിട്ടുകൊണ്ട് നമ്മൾ ഹർത്താലിലേക്ക് ഗവൺമെൻറ്റിന് മുമ്പിലേക്ക് കത്ത് കൊടുത്തു. കൃത്യമായി എല്ലാ നിയമപരമായ നടപടികളും പാലിച്ചുകൊണ്ട് കത്ത് കൊടുത്തു. എല്ലാ വ്യാപാരി വ്യവസായ ഏകോപന സമിതികളുടെ നേതാക്കന്മാർക്കും കത്ത് കൊടുത്തു. വ്യാപാര സംഘടനകൾക്ക് കത്ത് കൊടുത്തു. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൊടുത്തു. സന്നദ്ധ സംഘടനകൾക്ക് കൊടുത്തു. എല്ലാവരും എല്ലാ നിലയിലും ജനാധിപത്യപരമായ നടപടികൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഹർത്താൽ പ്രഖ്യാപിച്ചത്. നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിൽ കൊടുക്കുന്നിൽ സുരേഷ് എന്ന് പറഞ്ഞൊരു MP-യും വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളും 7 രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ
80-ലധികം വരുന്ന സംഘടനകളും നമ്മളെ പിന്തുണച്ചു. ഒരു ചെറിയ കാര്യമായിരുന്നില്ല. പിന്തുണയ്ക്കാതിരുന്നവരെ കുറിച്ച് കാലമറിയണം. അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒളിച്ചു വെച്ചുകൊണ്ടോ മറച്ചു വെച്ചുകൊണ്ടോ കാര്യമില്ല. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പോരാട്ടങ്ങളുടെ തേർതെളിച്ച അയ്യൻകാളിയുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന പല പ്രസ്ഥാനങ്ങളും എന്ത് പറഞ്ഞു? ഹർത്താലിൽ ഞങ്ങൾക്ക് പിന്തുണയില്ല. പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന KPMS നേതാവ് പറഞ്ഞു പിന്തുണയില്ല. ചില നേതാക്കന്മാർ പറഞ്ഞു ധാർമ്മിക പിന്തുണയാണ്. ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് പിന്തുണയേയില്ല. പക്ഷേ കാലവും ചരിത്രവും നമ്മളോടൊപ്പം നിന്നു. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ മംഗലാപുരം മുതൽ പാറശാല വരെയുള്ള നാഷണൽ ഹൈവേ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ ദലിതരും ആദിവാസികളും ഒറ്റക്കെട്ടായി നിന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ദീർഘമായി പോകുന്നില്ല. നമ്മളുടെ മുന്നിൽ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു നേതാവിൻ്റെ മുഖം കാണിച്ചുകൊണ്ടല്ല, ഏതെങ്കിലും ഒരു നേതാവിൻ്റെ സംഘടനയുടെ വലിപ്പം കാണിച്ചുകൊണ്ടല്ല, എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ഒന്നിച്ചു പോകാൻ കഴിയുന്ന നിലയിൽ ഈ ആക്ഷൻ കൗൺസിൽ കേരളത്തിൻ്റെ ഗ്രാമാന്തരങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടാൻ പോവുകയാണ്. തങ്കപ്പ സാറേ, എല്ലാവരും ഒറ്റക്കാര്യം മനസ്സിലാക്കുക. ഇന്ന് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾക്ക് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, നിതിൻ രാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇനി കേരളത്തിൻ്റെ കലാലയങ്ങളിൽ ഈ ആവർത്തിക്കാതിരിക്കുവാൻ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ മക്കളുണ്ട്. നമ്മൾ പണ്ട് VD സതീശൻ്റെ യോഗത്തിൽ പറഞ്ഞതുപോലെ പിണറായി വിജയനും VD സതീശനും അവസാനിക്കും, പക്ഷെ കേരളം ഉണ്ടാവും. നമ്മളൊക്കെ അവസാനിക്കും, നമ്മുടെ അടുത്ത തലമുറ ഉണ്ടാവും. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഏത് മനുഷ്യന്റെ മുന്നിലും ഏത് സമൂഹത്തിന് മുന്നിലും നെഞ്ചുറപ്പോടുകൂടി നിന്നുകൊണ്ട് ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കാൻ കഴിയും എന്ന് പറയുന്നതിലേക്ക് അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ വൈകിവേളയിൽ നമ്മളെല്ലാവരും ഒരു സ്റ്റെപ്പ്, ഇരിക്കുന്ന സ്റ്റെപ്പിൽ നിന്നും ഒരു സ്റ്റെപ്പ് താഴോട്ടിറങ്ങി നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. അതിനുവേണ്ടി ഈ ആക്ഷൻ കൗൺസിൽ ഇന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സണ്ണി സാറും അതോടൊപ്പം തന്നെ സുരേഷ് സാർ അടക്കമുള്ള ആളുകൾ വിശദീകരിക്കും, എല്ലാ നേതാക്കന്മാരും വിശദീകരിക്കും. ആ വിശദീകരണത്തോടുകൂടി ഒരു കൂട്ടായ ചർച്ചയോടുകൂടി കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് ഇടം പിടിക്കുവാൻ പോകുന്ന ഡോക്ടർ അംബേദ്കറുടെയും മഹാത്മാ അയ്യൻകാളിയുടെയും പൊയ്യേലപ്പച്ചൻ്റെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും കവിയൂർ KK കൊച്ചുകുഞ്ഞടക്കമുള്ള കാവാരിക്കുളം കണ്ടൻകുമാറിനടക്കമുള്ള അനവധി പൂർവ്വ പിതാക്കന്മാരുടെ പോരാട്ടങ്ങളെ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനമായി ഈ ആക്ഷൻ കൗൺസിൽ കേരളത്തിൽ ഇനിയും ശക്തമായി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് ഈ മീറ്റിംഗ് അവസാനിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടെ 57 സംഘടനകളും 7 രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ വിവിധ സാംസ്കാരിക സംഘടനകൾ നമ്മളെ പിന്തുണച്ചിട്ടുണ്ട്. എങ്കിലും വൈകിവേളയിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞെടുക്കാം. നിങ്ങളെല്ലാം അറിയാം, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടതല്ല ഞാൻ പറയില്ല, നേതാക്കന്മാരും അണികളും അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാവരും തെരുവിൽ ഒന്നിച്ചേരും. നമ്മളെല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്ന ഒരുപോലെയാണ്. പോലീസുമായി തർക്കിച്ച് നമ്മൾ ഒന്നിച്ചാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും തുല്യരാണ്. അക്കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. ഡയസിലിരിക്കുന്നവരും വേദിയിലിരിക്കുന്നവരും രണ്ടഭിപ്രായമില്ല. നമ്മളെല്ലാം ഒറ്റക്കെട്ടാണ്. എങ്കിലും ഇവിടെ വന്നിട്ടുള്ള നേതാക്കന്മാരെ പരിചയപ്പെടുത്താം. നിങ്ങൾക്കെല്ലാവരെയും ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സണ്ണി സാറിനെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ദലിത് ജനവിഭാഗങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ എപ്പോൾ ഉയർന്നാലും ദലിത് ആദിവാസി ജനവിഭാഗങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാൻ കൊതിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മുഖം സണ്ണി സാറിനെ പോലെയുള്ള ദലിത് പക്ഷമുഖങ്ങളാണ്. സണ്ണി സാറിൻ്റെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ സുരേഷ് സാറാണ്. CSDSൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ സംഘടന ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന ചെയർമാനാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ദലിതർ നേരിടുന്ന ഏത് പ്രശ്നങ്ങളെയും അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുവാൻ, അതേ ഭാഷയിൽ തന്നെ ഏറ്റെടുക്കുവാൻ കഴിയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനമാണ് CSDS. ശ്രീ KK സുരേഷ് അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ഏറെ ബഹുമാനായ സംഘടനയുടെ രക്ഷാധികാരിയും ADFൻ്റെ സംസ്ഥാന ചെയർമാനുമായ
ബഹുമാനപ്പെട്ട CM ഗീതാനന്ദൻ അവർകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള ചെയർമാൻ സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ADF-ൻ്റെ വൈസ് ചെയർമാനുമായ ശ്രീ IR സദാനന്ദ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള ദളിത് പാന്തേഴ്സിൻ്റെ എക്കാലത്തെയും സർവാദരണീയനായ നേതാവും കേരളത്തിലെ യുവാക്കൾക്കിടയിലെ അംബേദ്കറേറ്റ് ആശയങ്ങളുടെ പ്രാധാന്യം 80കളിൽ ജീവരക്തം പോലെ പടർത്തിയ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് പക്ഷ സംഘടനാ നേതാവ് ശ്രീ K. അംബുജാക്ഷൻ അവർകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ബഹുമാനപ്പെട്ട ശ്രീ ശാന്തമ്മ മാഡം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിലെ നീതിന്യായ രംഗത്ത് നീതി നിഷേധം നടക്കുമ്പോഴൊക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ അഡ്വക്കേറ്റും അതോടൊപ്പം തന്നെ കോൺഫെഡറേഷൻ്റെ സംസ്ഥാന നേതാവും ADF-ൻ്റെ നേതാവും ആയ ശ്രീ ശാന്തമ്മ മാഡത്തിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് PA പ്രസാദ്, കേരളത്തിലെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ DSM-ൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഹർത്താലുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഏറ്റവും ജനാധിപത്യപരമായി സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ മാധ്യമങ്ങളുടെ ഗൂഢാലോചനയിൽ അറിയാതെ പങ്കാളിയാവേണ്ടി വന്ന ശ്രീ അജിമോൻ ചാലക്കേരി. അജിമോൻ ഒരു പക്ഷെങ്കിൽ തിരുവല്ലയിൽ ഈ കേസിൽ റിമാൻഡിലാകുമ്പോൾ അറിയാതെ നമ്മൾ ഓരോരുത്തരും പോലും സംശയിച്ചു പോയി, നമ്മളറിയാതെ നമ്മുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണ്. പക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാം, മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയും ബോധപൂർവമായ ഇടപെടലിലൂടെയാണ് അജിമോൻ റിമാൻഡിലാവുന്നത്. ഒരു പക്ഷേ അജിമോൻ 14 ദിവസം റിമാൻഡിൽ കിടക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അഡ്വക്കേറ്റ് PA പ്രസാദിൻ്റെ നേതൃപരമായ പാഠവും ഒരു നീതിന്യായ അഭിഭാഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും അദ്ദേഹത്തിൻ്റെ കൂട്ടായ പ്രവർത്തനങ്ങളും അജിമോനെ 4-ാം ദിവസം ജയിലിൽ നിന്ന് നമുക്ക് ഇറക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളും. ശ്രീ K. തങ്കപ്പൻ സാറ്, നമുക്കെല്ലാം അറിയാം, കേരള പുലയർ മഹാസഭയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഈ ഹർത്താലിന് നമ്മളോടൊപ്പം ഏറ്റവും മുഖ്യമായി അതിൻ്റെ ആലോചനാ യോഗങ്ങളിൽ, ജില്ലാതല കമ്മിറ്റികളിൽ ഒക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സംഘടനയും പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. നിരവധി സംഘടനകൾ ശ്രീ ആലങ്കോട് സുരേന്ദ്രൻ, KPMS-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലങ്കോട് സുരേന്ദ്രൻ, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ശ്രീ ഡോക്ടർ അറുമുഖം, അരുന്ധതി ചെക്ലിയാർ സമുദായ സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. ബാക്കിയുള്ള സംഘടനകളുടെ പേര് ഞാൻ വായിക്കാം. എല്ലാവരെയും പേരെടുത്ത് പറയാൻ ഒരുപാട് സമയം പോകും, നിങ്ങൾക്ക് തന്നെ ആവർത്തന വിരസതയാകും. എങ്കിലും ഈ ഹർത്താലിൽ അതോടൊപ്പം തന്നെ ഈ ആക്ഷൻ കൗൺസിലിൽ നിതിൻ രാജിൻ്റെ നീതിക്ക് വേണ്ടി നമ്മളോടൊപ്പം ചേർന്ന സംഘടനകൾ കൈരളി പുലയർ മഹാസഭ, സാഹോദര്യ സമത്വ സംഘം, മലവേട മഹാസഭ, സാധുജന സംയുക്തവേദി, സാധുജന പരിപാലന സൊസൈറ്റി, PK റോസി ഫൗണ്ടേഷൻ, കേരള ബഹുജൻ ജനാധിപത്യ മുന്നണി, കേരള സാംബോ സൊസൈറ്റി, ജനകീയ സംരക്ഷണ സമിതി, കേരള ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ, ജനകീയ സംയുക്ത സമിതി, കേരള ദളിത് ഫെഡറേഷൻ D, സംവരണ സംരക്ഷണ സമിതി, ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി, മാതൃദേശ് ചാനൽ, ദളിത് സേന, അംബേദ്കർ ലീഡ് മിഷൻ സൊസൈറ്റി ഫോർ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്, ദളിത് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ, പരവൻ സൊസൈറ്റി, കേരള തണ്ടാൻ അസോസിയേഷൻ, കേരള പുലയർ മഹാസഭ, ഊരുകൂട്ടം ഏകോപന സമിതി, കേരള മണ്ണാൻ സഭ, ഓൾ കേരള പുലയർ മഹാസഭ കേരളം, ചേരമ സാംബവ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി, ദളിത് സമുദായ മുന്നണി, അഖില കേരള ചേർമകുന്ന് മഹാസഭ, അംബേദ്കറേറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്, കേരള പുലയർ മഹാസഭ, ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ, കേരള സാംബവ സഭ, കേരള ദളിത് പാന്തേഴ്സ്, കേരള ചേരമർ സംഘം, കേരള ഉള്ളാട മഹാസഭ, നാഷണൽ ദളിത് ലിബറേഷൻ ഫ്രണ്ട്, അംബേദ്കർ പട്ടികജാതി മതേതര സമത്വ സംഘം, അഖില കേരള ചെമ്മാൻ സഭ, സാധുജന പരിപാലന സംഘം, മലേറിയ മഹാസഭ, ഡിപ്രസ്ഡ് ക്ലാസ് മൂവ്മെൻറ്റ്, അരുന്ധതി ചെക്ലിയാർ സമുദായ സമിതി, കേരള തണ്ടാൻ സർവീസ് സൊസൈറ്റി, തിരുവിതാംകൂർ മലേറിയ മഹാസഭ, വേലൻ പതിയാൻ മഹാസഭ, ഷെഡ്യൂൾഡ് കാസ്റ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷൻസ് അസോസിയേഷൻ, ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC ഓർഗനൈസേഷൻ, കണക്കൻ മഹാസഭ, കേരള പുലയൻ മഹാസഭ,
രാഷ്ട്രീയ പാർട്ടികൾ ബഹുജൻ സമാജ് പാർട്ടി, വെൽഫെയർ പാർട്ടി, ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, വിടുതലൈ ചെറുതിൽ കക്ഷി, ജനശക്തി പാർട്ടി, ബഹുജൻ നാഷണൽ പാർട്ടി, സെൻറ്റർ ഓഫ് കേരള ട്രേഡ് യൂണിയൻ, ഇത് കൂടാതെ പരിഗണിക്കപ്പെട്ട നിരവധി സംഘടനകളുണ്ട്. ഇതിൻ്റെ ഭാഗമല്ലാതെ തന്നെ ഇപ്പം അംബേദ്കർ മിഷനെ പോലെയുള്ള സംഘടനകളൊക്കെ നൂറുകണക്കിന് ആളുകളുമായി പ്രകടനം സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരെയും, പേരറിയാത്ത നിരവധി ആളുകളുണ്ട്, എല്ലാവരെയും ഈ ആക്ഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനിയും ചരിത്രപരമായ മുന്നേറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ആക്ഷൻ കൗൺസിലിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നിതിൻ രാജ്, ആക്ഷൻ കൗൺസിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ദലിത് ആദിവാസി നേതൃത്വ കൂട്ടായ്മയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഈ ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കൺവീനർ പ്രിയ സണ്ണി കവിക്കാട്, ആക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ പദവിയിൽ നിന്നുകൊണ്ട് ഈ ദലിത് കോർഡിനേഷനെയും നമ്മുടെ പ്രക്ഷോഭങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കെ സുരേഷ് സാർ, വേദിയിലുള്ള പ്രമുഖരായ സംഘടനാ വ്യക്തിത്വങ്ങൾ, സീനിയർ നേതാക്കളായ എം ഗീതാനന്ദൻ, അതേപോലെ IR സദാനന്ദ് സാർ, നമ്മുടെ അഭിമാനമായ പ്രമുഖ അഭിഭാഷക അഡ്വക്കേറ്റ് PK ശാന്തമ്മ, അതേപോലെ ബഹുമാന്യനായ സമുദായ നേതാക്കൾ നമ്മുടെ തങ്കപ്പൻ സാർ, ആനങ്കോട് സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് PA പ്രസാദ്, ഇവിടെ സ്വാഗതം ആശംസിച്ച KK സജീവ്, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരായ സംഘാടകരെ, നേതാക്കളെ, പ്രത്യേകിച്ചും ഷണ്ണോൺ സാർ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ, നമ്മുടെ ഈ അഭിസംബോധന ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നേതാക്കളുടെ ഒരു സംഗമമാണ് വേദിയിൽ. സാങ്കേതികമായി ഇരിക്കുന്ന ഇതിനപ്പുറം നമ്മൾ അഭിമുഖീകരിക്കുന്ന മുന്നിലുള്ള എല്ലാവരും സംഘടനാ നേതാക്കൾ എന്ന നിലയിൽ, സംഘാടകർ എന്ന നിലയിൽ, ബുദ്ധിജീവികൾ എന്ന നിലയിൽ, സാമൂഹ്യ പ്രവർത്തകർ എന്ന നിലയിൽ കേരളത്തിൻ്റെ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തിനുള്ളിൽ വലിയ നിരക്ക് ചരിത്രപരമായ റോളുകൾ നിർവഹിച്ച വ്യക്തിത്വങ്ങളുടെ ഒരു സംഗമമാണ് ഇവിടെ. പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരുടെയും പേരുകൾ പറയേണ്ടി വരും. പക്ഷേ വളരെ ആദരവോടെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമുദായ സ്നേഹികളെ, നിങ്ങൾക്കേവർക്കും ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ ആരാധ്യനായ നേതാവും ലോകം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ മനുഷ്യാവകാശ പോരാളിയും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമായ മഹാനായ ബാബാ സാഹേബ് സത്വ ഭീമാർ അബ്രാംജി അംബേദ്കറുടെയും കേരളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരു നൂറ്റാണ്ട് കൊല്ലം മുമ്പ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജ്ഞാന വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാ അയ്യങ്കാളിയുടെയും നമ്മുടെ പൂർവികരായ സാമൂഹ്യ നവോത്ഥാന നായകന്മാരായ പാമ്പാടി ജോൺ ജോസഫിൻ്റെയും പൊയ്കയിലപ്പച്ചൻ്റെയും കണ്ടകുമാറിൻ്റെയും വർക്കലേസ്ക രാഘവൻ്റെയും എല്ലാം നാമത്തിൽ എൻ്റെ സ്നേഹോഷ്മളമായ ജയ് ഭീം അർപ്പിക്കുന്നു. വളരെ അഭിമാനം തുളുമ്പുന്ന ഒരു സന്ദർഭമാണിത്. വളരെയധികം ആവേശം അലതല്ലുന്ന നിമിഷങ്ങളാണിത്. കേരളത്തിൻ്റെ ഈ സമകാലീന സാഹചര്യത്തിൽ കേരളത്തിലെ ദലിത് നേതാക്കൾ, ആദിവാസി നേതാക്കൾ, സമുദായ നേതാക്കൾ, അംബേദ്കറൈറ്റുകൾ, ദളിത് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വങ്ങൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ചിന്തകന്മാർ, വനിതാ പ്രവർത്തകർ, ഇങ്ങനെയുള്ള ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഇന്ന് ഇവിടെ ഒത്തുചേരുമ്പോൾ ചരിത്രത്തിൻ്റെ അനിവാര്യമായ
ഒരു നിയോഗമെന്നോണം ഈ കൂടിവരവ് സന്നിവേശിപ്പിക്കുന്ന മഹത്തായ ദളിത് ശാക്തീകരണത്തിൻ്റെയും ദളിത് മുന്നേറ്റത്തിൻ്റെയും ദളിത് രാഷ്ട്രീയത്തിൻ്റെയും പ്രതീക്ഷകളുണ്ട്, അടയാളങ്ങളുണ്ട്, വലിയ നിലയ്ക്കുള്ള സാമുദായികമായ വിമോചനാത്മകമായ ഭാവനകളുണ്ട്. തീർച്ചയായും നമ്മുടെ എല്ലാ മനസ്സുകളിൽ, നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ഈ സംഗമം സൃഷ്ടിക്കുന്ന നിലയ്ക്കാത്ത അലയടികളുണ്ട്. മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള, മുന്നോട്ടുള്ള ശക്തമായ സംഘടിതമായ സംഘാതമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ മുന്നേറ്റത്തിന് നമുക്ക് കരുത്ത് പകരുന്ന ഭാവനകൾ, ആശയങ്ങൾ, സങ്കല്പങ്ങൾ. നമ്മുടെ പ്രമേയം നിതിൻ രാജിന് നീതി ലഭിക്കണമെന്നാണ്. ജാതിയുടെയും ഐക്യത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിൽ ക്ലാസ് റൂമുകളിലും ക്യാമ്പസുകളിലും ഇന്ത്യയുടെ പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടനീളവും നിരന്തരമായി വേട്ടയാടപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ പുതിയ തലമുറയുടെ നൊമ്പരങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഇന്ത്യൻ ക്യാമ്പസുകളിൽ മഹാന്മാരായ നമ്മുടെ വിമോചന പോരാളികൾ നേടിയെടുത്ത വിദ്യാഭ്യാസം എന്ന അവകാശത്തിൻ്റെ പടവുകൾ ചവിട്ടി ഭാവിയിലേക്ക് മുന്നേറാൻ, ഭാവിയിലേക്കുള്ള പാസ്പോർട്ട് എടുത്ത് നാളുകളിലേക്ക് സഞ്ചരിക്കാൻ കലാലയങ്ങളിലേക്ക് വരുന്ന ഒരു കൊച്ചനുജൻ പോലും, അനിയത്തി പോലും, ഒരു ദളിതൻ പോലും ഇന്ത്യയിൽ ഇനിയും നിതിൻ രാജിനെ പോലെ, രോഹിത് വെമുലയെ പോലെ ക്യാമ്പസുകളിൽ ജീവൻ ബലി കഴിക്കേണ്ടി വരരുത്, വേട്ടയാടപ്പെടരുത്, അറുങ്കുല ചെയ്യപ്പെടരുത്. എന്നേക്കുമായി ക്യാമ്പസുകളിലെ ഈ വിവേചനങ്ങളും ഈ അസമത്വങ്ങളും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ മുന്നേറ്റമാണ് നമ്മളിന്ന് യഥാർത്ഥത്തിൽ കാഴ്ചവെക്കുന്നത്. ഇവിടെ വിശദമായ ആമുഖത്തിൽ സ്വാഗത പ്രസംഗകൻ പറഞ്ഞു, കേരളത്തിലെ ദലിതർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അത് വിദ്യാർത്ഥികളായാൽ, അധ്യാപകരായാൽ, രാഷ്ട്രീയ നേതൃത്വങ്ങളായാൽ, മറ്റാരുമാകട്ടെ, ദളിതന് അപകടം പറ്റിയാൽ, അവനെ തല്ലിക്കൊന്നാൽ, അവനെ അപമാനിച്ചാൽ കേരളത്തിൻ്റെ പൊതുബോധം വിളിച്ചു പറയുന്നത് ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവുകയില്ല എന്നതാണ്. നമ്മുടെ സ്വത്വത്തിന് യാതൊരു വിധമായ ഇൻഷുറൻസുമില്ലാത്ത ഒരു കാലം, യാതൊരു വിധമായ സംരക്ഷണവുമില്ലാത്ത കാലം, മൗലികാവകാശങ്ങളുടെ പേരിലും പൗരാവകാശങ്ങളുടെ പേരിലും പ്രത്യേക പരിരക്ഷകളുടെ പേരിലും നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന, സ്റ്റേറ്റ് ഉറപ്പ് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും അനുദിനം ലംഘിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് പോകുന്നത്. ഈ നാട്ടിലെ ദളിതർ നിത്യേന ഈ തരത്തിലുള്ള ക്രൂരമായ ഡിസ്ക്രിമിനേഷനും അതേപോലെ അപമാനവീകരണത്തിനും വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അത്തരൊരു സാഹചര്യത്തിലാണ് നിതിൻ രാജ് എന്ന നമ്മുടെ പ്രിയങ്കരനായ കൊച്ചനുജൻ വളരെ മിടുക്കനായി പരീക്ഷകൾ പാസ്സായി മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. അഞ്ചരക്കണ്ട് മെഡിക്കൽ കോളേജിൽ, ഡെൻ്റൽ കോളേജിൽ ഒരു പ്രൊഫഷണലായി വിദ്യാർത്ഥിയായ നിതിൻ രാജ് വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണുണ്ടായത്. ഈ നിമിഷം വരെ നിതിൻ രാജിനെ കൊല ചെയ്ത കൊലയാളിയെ, പ്രധാന കൊലയാളിയായ റാമിനെയും ആ കൊലയാളി സംഘത്തിലെ മറ്റ് കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്ത് നടപടിക്ക് വിധേയമാക്കുന്നതിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഭരണകൂടം, ഇവിടുത്തെ പോലീസ് സംവിധാനം അനുവർത്തിച്ചു വരുന്നത്. സംഭവങ്ങളെ വിശദീകരിക്കേണ്ടതില്ല, നമുക്കെല്ലാം അറിയാവുന്നത് പോലെയുള്ള നിരന്തരമായ ആക്ഷേപങ്ങളും അവഹേളനങ്ങളുമാണ് ആ അനുജൻ മാസങ്ങളോളം അഭിമുഖീകരിച്ചത്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ലഭ്യമായിടത്തോളമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും പോലീസ് നടപടിക്രമങ്ങളുടെയും എല്ലാം വിശദാംശങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതും
ഇവിടെ പ്രമുഖരായ അഭിഭാഷകരൊക്കെ അതിനെ സംബന്ധിച്ച് പറയും. ഒറ്റ കാര്യം മാത്രം, ഈ നിതിൻ രാജ് കൊല ചെയ്യപ്പെടുന്ന ദിവസം അധ്യാപകർ ഹെഡ്മാസ്റ്റർ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് വിചാരണയ്ക്ക് വിധേയനാക്കി നിതിൻ രാജ് റൂം വിട്ട് പ്രിൻസിപ്പാളിൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോന്ന സമയം ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് 1:28. അത് കഴിഞ്ഞ് നിതിൻ രാജ് പുറത്തേക്ക് പോകുന്നു. ഏതാണ്ട് അതേ സമയം തന്നെയാണ് ആ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്ന് ഈ കുറ്റവാളിയായ റാമും അപ്രത്യക്ഷമായത്, അല്ലെങ്കിൽ അദ്ദേഹവും പുറത്തേക്ക് പോയത് എന്ന് ഏറ്റവും ഒടുവിൽ റാമിന് വേണ്ടി സമർപ്പിച്ച ജാമ്യത്തെ സംബന്ധിച്ച കോടതി രേഖയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ജഡ്ജിയുടെ വിധി പ്രസ്താവനയുടെ 24-ാമത്തെ പാരഗ്രാഫിൽ 1 മണി കഴിഞ്ഞ് 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരുപോലെ റാം പുറത്തേക്ക് പോകുന്നതും നിതിൻ രാജ് അതേ സമയം തന്നെ പുറത്തു വരുന്നതും അടയാളപ്പെടുത്തിയെങ്കിൽ ഒറ്റ കാര്യം കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അടുത്ത 10 മിനിറ്റ് കൊലപാതകത്തിലേക്ക് എത്തുന്നതിന് ആധാരമായ ഈ അടുത്ത 10 മിനിറ്റിൽ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചാൽ മാത്രം, അത് മാത്രം ഈ രാജ്യത്തെ പോലീസ് സംവിധാനം തെളിയിച്ചാൽ എന്ത് ചെയ്തു റാം, മുഴുവൻ കാര്യങ്ങളും പുറത്തു വരും. പക്ഷേ നിതിന് നീതി ലഭിക്കാത്ത ഈ കാലഘട്ടത്തിലും ഈ തരത്തിൽ കോൾഡ് ബ്ലഡഡായ ഒരു മർഡർ നമ്മുടെ മുമ്പിൽ നടന്നിട്ടും യാതൊരു വിധമായ നീതിയും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങൾ, നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, സമുദായം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രക്ഷോഭ രംഗത്തേക്ക് വന്നു. ഇന്ന് ആ പ്രക്ഷോഭം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ, ആധുനിക ഇന്ത്യയിലെ ദലിതരുടെ വിമോചന പോരാട്ട ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒന്നായി കഴിഞ്ഞ 28-ാം തീയതിയിലെ ഹർത്താൽ മാറി. രാഷ്ട്രീയ പാർട്ടികളുടെ സംരക്ഷണമോ പോലീസിൻ്റെ പിൻബലമോ അധികാരത്തിൻ്റെ തലോടലോ ഇല്ലാതെ കേരളത്തിലെ ദലിതർക്ക്, അയ്യൻകാലിയുടെ കൊച്ചുമക്കൾക്ക്, ബാബാ സാഹേബ് അംബേദ്കർ അനുയായികൾക്ക്, ദലിതർക്ക് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു ഹർത്താലാണ്. ദലിതരുടെ കരുത്തും സംഘടിതമായ ശേഷിയും വിളിച്ചോതിയ ഒരു പുതിയ മുന്നേറ്റത്തെ കൃത്യമായി വിളംബരം ചെയ്ത ഒരു ഹർത്താലാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രക്ഷോഭം 28-ാം തീയതി നാം നടത്തിയ പ്രക്ഷോഭം കേരളത്തിൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ട്, കണ്ണ് തുറപ്പിച്ചിട്ടുണ്ട്. ദലിതരെയും ആദിവാസികളെയും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരും ഉണ്ടാവുകയില്ല ചോദിക്കാൻ. ഒറ്റപ്പെടുത്തി ഓരോരുത്തരെയായി ഇല്ലായ്മ ചെയ്താൽ ആരും വരില്ല എന്നൊക്കെ പറയുന്ന കുറേ ആശങ്കകളുണ്ടായിരുന്നല്ലോ. ഇനി അങ്ങനെയല്ല. ചോദിക്കാനും പറയാനും തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ആയിരങ്ങളിലൂടെ ഉണ്ടാകും, ലക്ഷങ്ങളുണ്ടാകും. ഞങ്ങൾക്കൊരു ഭയവുമില്ല. സ്വന്തം ചോരയെ സംരക്ഷിക്കാൻ, സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അവിടെ സംഘടനകൾ, ഇടയ്ക്കുള്ള ഉപജാതികൾ, ദളിത് ക്രൈസ്തവ ഭേദങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഐക്യത്തിലേക്ക് വന്നത്. തീർച്ചയായും ഇതുവരെയുള്ള നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ ശത്രു അനൈക്യം കൂടിയായിരുന്നു. അനൈക്യം നമ്മുടെ ശത്രുവായിരുന്നുവെങ്കിൽ ആ ശത്രുവിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒന്നിച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ എല്ലാം ബുദ്ധിയും, നമ്മുടെ എല്ലാം കഴിവുകളും, നമ്മുടെ എല്ലാം ശേഷിയും ഒരുപോലെ ചാനലൈസ് ചെയ്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ ഈ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന നിലയിലാണ് ഹർത്താൽ അനന്തരം ആ വിജയം ആഘോഷിച്ചുകൊണ്ട് ഇനി എന്ത് നാളുകളിൽ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം, നമ്മൾ എങ്ങോട്ട് പോകണം, വാട്ട് ഈസ് ദ വേ, എന്തെല്ലാം നമ്മൾ ചെയ്യണം, വാട്ട് ഈസ് ടു ബി ഡൺ, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒന്നിച്ച് മനസ്സ് തുറന്ന് അഭിപ്രായങ്ങൾ പറയാനും ആ ആശയങ്ങളെ ഏകീകരിക്കാനും അതിലൂടെ നാളെയിലേക്ക് പോകാൻ വേണ്ടിയുള്ള കൃത്യമായ ആക്ഷൻ പദ്ധതികൾക്കും കർമ്മ പരിപാടികൾക്കും എല്ലാം ഒരു രൂപരേഖ ഉണ്ടാക്കാനുമാണ് വളരെ സുപ്രധാനമായ ഈ കൂട്ടായ്മ വിളിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം എന്നത് പൊരുതി വാങ്ങിയ ഒരവകാശമാണ്. നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. വിമോചനത്തിലേക്കുള്ള നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധവും ഉപാധിയും വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് സ്റ്റേറ്റ്
നമുക്ക് വിദ്യാഭ്യാസപരമായ ശാക്തീകരണത്തിന് വേണ്ട എല്ലാം ഒരുക്കി തരാൻ, അതിന് വാതിലുകൾ തുറക്കാൻ, സഹായിക്കാൻ, സ്കോളർഷിപ്പുകൾ തരാൻ, ഈ ഗ്രാന്റ് തരാൻ, നീതിപൂർവമായ വൈജ്ഞാനിക ക്ലാസ് റൂം അന്തരീക്ഷത്തിന് അല്ലെങ്കിൽ പഠനാന്തരീക്ഷം ഒരുക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ്. സ്റ്റേറ്റ് സംവിധാനങ്ങളിൽ അത് നയങ്ങൾ എന്ന രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്, ഭരണഘടനയിൽ അവകാശങ്ങൾ എന്ന രൂപത്തിൽ നമ്മളുണ്ട്. പക്ഷേ ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഉടനീളം ഈ ഭരണഘടനയും ഭരണകൂടവും നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഈ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന കുറ്റവാളികളുടെ പട്ടികയിലാണ് ഇന്ത്യൻ ക്യാമ്പസുകളിലെ അക്കാദമിഷ്യന്മാരായ സവർണർ, ജാതി പ്രിവിലേജ് കൊണ്ട് അക്കാദമിഷ്യന്മാരായവർ, അധ്യാപകരായവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അധിപന്മാരായവർ, പണമുള്ളത് കൊണ്ട് പണം മുടക്കി വിദ്യാഭ്യാസത്തിൻ്റെ ഈ കോളനിവൽക്കരണം, കച്ചവടവൽക്കരണത്തിൻ്റെ, അറിവിൻ്റെ കമ്പോളവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് പണം മുടക്കി സ്ഥാപനങ്ങൾ സ്വന്തമാക്കുന്നവർ, ഇവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വിദ്യാഭ്യാസത്തിലേക്ക് വന്ന് വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം കിട്ടി ഉദ്യോഗസ്ഥന്മാരായി, നേതാക്കളായി, എഴുത്തുകാരായി, ചിന്തകന്മാരായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സവർണ ദേശീയതയുടെ കാപട്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടും ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന ഒരു സവർണ വംശീയതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും ഇന്ത്യ ചരിത്രത്തെ പുനർവിചാരണ ചെയ്തുകൊണ്ട് ഒരു പുതിയ വ്യവഹാരങ്ങൾ, അംബേദ്കറൈറ്റ് വ്യവഹാരങ്ങളിലൂടെ ഇന്ത്യൻ ഡെമോക്രസി ഏറ്റെടുക്കാനും ഭരണഘടനയുടെ രാഷ്ട്രീയത്തെ, സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും നീതിയുടെയും ഭരണഘടനയുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡെമോക്രസിക്ക് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി, ഭരണഘടനാ നൈതികതയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ ദളിത് യുവത്വം മുന്നോട്ട് വരുന്ന കാലത്താണ് ഫാഷിസം, സംഘപരിവാറിൻ്റെ കാലത്ത് NEP പോലെയും PFC പോലെയും മറ്റ് പലതരത്തിലുള്ള സങ്കേതങ്ങൾ, UGC ആക്ട് പോലെയുമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ കൂടുതൽ സവർണവൽക്കരിക്കാനും കൂടുതൽ കച്ചവടവൽക്കരിക്കാനും മനുനീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടുവന്ന് നമ്മളെ പൂർണ്ണമായി എക്സ്ക്ലൂഡ് ചെയ്യാനും ശ്രമിക്കുന്ന പുതിയ കാല ഈ സവർണ ഫാഷിസ്റ്റ് ഭീകരതയുടെ പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഈ ഒരു കോണ്ടക്സ്റ്റിൽ വിദ്യാഭ്യാസത്തെ മോചിപ്പിച്ചെടുത്ത് അതിനെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവൻ്റെ നിറവുമായി, അവൻ്റെ സ്വത്വവുമായി, അവൻ്റെ ബഹുസ്വരമായ അസ്തിത്വവുമായി ഇന്ത്യൻ ക്യാമ്പസുകളിൽ അഭിമാനത്തോടെ പഠിക്കാനും തലയുയർത്തി പിടിക്കാനുമുള്ള അവസരമുണ്ടാകണം. കാലം അങ്ങനെയാണ്. ഒപ്പം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അസമത്വം നിലവിലിരിക്കുന്ന, അനീതി നിലവിലിരിക്കുന്ന ഒരു ഇന്ത്യൻ ജാതി സാഹചര്യത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊഴിലിന് വേണ്ടിയുള്ള സവർണരായ വരേണ്യര അധ്യാപകർ വിളമ്പിത്തരുന്ന വിജ്ഞാന ശകലങ്ങളെ വിഴുങ്ങാനുള്ള ഒരിടപാടല്ല. നേരെ മറിച്ച് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിമോചനാത്മകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് അംബേദ്കറൈറ്റുകളായ പുതിയ തലമുറ ക്യാമ്പസുകളിൽ തെളിയിച്ച ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമായി കൂടിയാണ് നമ്മൾ പറയുന്നത് രോഹിത് വെമുല ആക്ട് നടപ്പിലാകണമെന്ന്. ഇവിടുത്തെ കരിക്കുലവും ഇവിടുത്തെ പെഡഗോഗിക്കൽ പ്രാക്ടീസുകളെയും ഡെമോക്രാറ്റിക്കായി, ജനാധിപത്യപരമായി പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അംബേദ്കറൈറ്റ് തലമുറ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. ആ നിലയ്ക്കാണ് നമ്മൾ ഈ രോഹിത് വെമുല, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമെന്ന നിലയിൽ നമ്മുടെ വെമുല, ആ രോഹിത് വെമുലയുടെ മാതാവും പായൽ തദ്വിയുടെ മാതാവും കൊടുത്ത കേസിന്മേലാണ് UGC ഇക്വിറ്റി കോഡൊക്കെ വന്നത്. വിശദീകരിക്കുന്നില്ല. ആ ഇക്വിറ്റി കോഡ് വന്നിട്ട് അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ കേരളത്തിൽ നിതിൻ രാജിന് ഇങ്ങനെ കൊല ചെയ്യപ്പെടേണ്ടി വന്നത്. എങ്കിൽ ഇത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ക്യാമ്പസുകളിലെ, ക്ലാസ് റൂമുകളിലെ ഡിസ്ക്രിമിനേഷൻസ് അവസാനിപ്പിച്ചുകൊണ്ട് മൊത്തം ഈ സംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു മുന്നേറ്റമായി നമ്മുടേത് മാറേണ്ടതുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പറയുന്ന ഈ രോഹിത് വെമുല ആക്ട്. ഇന്ത്യൻ ക്യാമ്പസുകളിൽ ഇനി വിദ്യാർത്ഥികൾ വേട്ടയാടപ്പെടരുത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. IITകളിൽ നിന്ന്, ഉന്നത വിദ്യാഭ്യാസ പഠിത്തം നടത്തി കോളനികളിലേക്ക്, ഊരുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്നത്. ഇതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഭരണഘടനാപരമായ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടവും അതിലൂടെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ, ആ കൂട്ടായ്മ മുമ്പേ പറഞ്ഞതുപോലെ വലിയ ഭാവനകൾ ഉയർത്തുന്നുണ്ട്, നാളെയിലേക്ക് വലിയ പ്രതീക്ഷകൾ ഉയർത്തുന്നുണ്ട്. എന്താണെങ്കിലും ദലിതർക്കെതിരെ 10 വർഷക്കാലം ഈ ഗ്രാൻറ്റുകളുടെ കൂടെ ബലിയാടാണ് നിതിൻ രാജെങ്കിൽ ആ ഈ ഗ്രാൻറ്റ് അട്ടിമറിച്ച് ദളിത് വികസനത്തെ തൊലച്ച് ദളിതരെ രാഷ്ട്രീയത്തിൻ്റെ മാർജിനിലേക്ക് തള്ളിയിട്ട ഒരു ഇടതുപക്ഷ കപട രാഷ്ട്രീയത്തെ താഴെ ഇറക്കിയതും നമ്മുടെ ഹർത്താലിന് ശേഷം നമ്മൾ ഇങ്ങനെ ഐക്യപ്പെട്ടെങ്കിലും ഹർത്താലിന് മുമ്പ് തന്നെ കേരളത്തിലെ ദളിതർ തിരിച്ചറിഞ്ഞിരുന്നു എന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നും അവരെ വഞ്ചിക്കുന്ന ഏത് രാഷ്ട്രീയത്തെയും ആ രാഷ്ട്രീയ ഫോർമുലകളെയും തിരുത്താൻ കഴിയുന്ന ഒരു ശക്തിയാണെന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലവും കൂടി തെളിയിക്കുമ്പോൾ നാളെയുടെ കേരളത്തെ നിർവചിക്കാൻ കഴിയുന്ന, നാളെയുടെ കേരളത്തെ ഷേപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ ശക്തിയായി കൂടി നമുക്ക് മാറാൻ കഴിയട്ടെ. ആ നിലയ്ക്ക് നമ്മൾ ഇന്ന് എല്ലാവരുടെയും കൂടുതലായി സംഘടനാ നേതാക്കൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ വേ ഫോർവേഡ്
എങ്ങനെയെല്ലാം നമുക്ക് മുന്നോട്ട് പോകണമെന്നുള്ള വിശദമായ അഭിപ്രായങ്ങൾ എല്ലാ നേതാക്കൾക്കും ജനാധിപത്യപരമായി പറയാനുള്ള നമ്മളുടെ എല്ലാം അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തും. അതെല്ലാം കേട്ടതിന് ശേഷം അതിനെ സമാഹരിച്ചുകൊണ്ട് നമ്മുടെ ഡയസും നമ്മുടെ അല്ലാതെയുള്ള എല്ലാ നേതൃത്വങ്ങളും ഒന്നിച്ച് പങ്കുവെക്കുന്ന ആശയങ്ങളെ സമാഹരിച്ചുകൊണ്ട് തീർച്ചയായും സമരത്തിൻ്റെ നമ്മളൊരു പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ടാണ് വന്നത്. നിതിൻ രാജിന് നീതി ലഭിക്കണം, നിതിൻ രാജിൻ്റെ കൊലയാളികളെ ശിക്ഷിക്കണം. അത് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് ലഭിക്കാതെ, ആ ലക്ഷ്യം നേടാതെ ഈ ഐക്യം പിന്നോട്ടില്ല, ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പുറകോട്ടില്ല. അതുകൊണ്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക് കേരളത്തിൻ്റെ കണ്ണ് തുറക്കുന്ന ഒരു പുതിയ ഗവൺമെൻറ് വരികയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ആരാണ് മുഖ്യമന്ത്രി എന്നത് വിളംബരം ചെയ്യപ്പെടുമ്പോൾ ആ പുതിയ ഗവൺമെൻറ് മുമ്പിൽ നമ്മൾ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതായിരിക്കും. ആ നിലയ്ക്ക് ആ ഗവൺമെൻറ്റിനെ കൊണ്ട്, ഭരണകൂടത്തെ കൊണ്ട് നമുക്ക് അനുകൂലമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ സമരശക്തിയായി നമ്മുടെ സമരഘട്ടങ്ങൾ, അടുത്ത ഘട്ടത്തെയൊക്കെ ഇവിടെ ആലോചിക്കുകയും അതുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്താണെങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ ഉൾപ്പുളകമുണ്ട്. നമ്മൾ ഒന്നിച്ചു വന്നിരിക്കുന്നു. ഇനി പുറകോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. കാലം ആവശ്യപ്പെടുന്നത് ഈ കൂട്ടായ്മയാണ്, ഈ ഐക്യമാണ്. ബാബാ സാഹേബ് അംബേദ്കർ ആഗ്രഹിച്ചത്, നമ്മുടെ പൂർവികർ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഈ ഐക്യത്തെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ എല്ലാ നേതാക്കൾക്കും, ഒത്തിരി നേതാക്കളുണ്ട്, എല്ലാവർക്കും ജനാധിപത്യപരമായ തുല്യതയും തുല്യമായ അന്തസ്സും, അതിൽ വലുതും ചെറുതുമില്ല. നേതാക്കൾക്കിടയിൽ വലിപ്പവും ചെറുപ്പവുമില്ല. നമ്മൾ ഏകോദര സഹോദരങ്ങളാണ്, ഒരു ജനതയാണ്, ഒരു രക്തമാണ്, ഒരു മജ്ജയാണ്. ആ നിലയ്ക്ക് ഡെമോക്രാറ്റിക്കായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വളരെ ഇൻക്ലൂസീവായിട്ടുള്ള ഒരു ശൈലിയിൽ ഒരു ജനാധിപത്യപരമായ ബോഡിയായി നമ്മുടെ നേതൃസംഗമവും നേതൃബോഡിയും മാറിക്കൊണ്ട് കൂട്ടായി നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും കേരളത്തിൽ ഇനിയുള്ള കാലം, തീർച്ചയായും ഒരു കാലഘട്ടം തന്നെ, അയ്യങ്കാളിക്ക് മുമ്പും ശേഷവും എന്നൊക്കെ പറഞ്ഞതുപോലെ ഈ നിതിൻ രാജ് സംഭവത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുന്ന ഈ ഒരു ഐക്യം ഇതുവരെയുള്ള കേരളമായിരിക്കില്ല, ഇതുവരെയുള്ള ദലിത് കേരളം, ആദിവാസി കേരളമായിരിക്കില്ല. ഇനി വരാൻ പോകുന്നൊരു ദലിത് ആദിവാസികളുടെ അവർ നയിക്കുന്ന ഒരു കേരളം. അതുകൊണ്ട് ഈ നവോത്ഥാനത്തിൻ്റെയൊക്കെ പേരിൽ നമ്മളെ വഞ്ചിച്ച അതീശത്ത ഈ മേധാവിത്വ ശക്തികൾക്കപ്പുറത്തേക്ക് കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് തുടർച്ചയെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അത്തരത്തിലുള്ള ആശയങ്ങൾ ഉയർന്നു വരട്ടെ. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്, എല്ലാവിധമായ വിപ്ലവാശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് ഭീം. യോഗ അധ്യക്ഷൻ, ആക്ഷൻ കൗൺസിലിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ സണ്ണി എം കബീക്കാട്, വേദിയിലുള്ള വിവിധ സംഘടനകളുടെ സമുന്നതരായ നേതാക്കന്മാരെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ഓരോ ജില്ലയുടെയും പ്രതികരിക്കുന്ന നേതാക്കന്മാർ, വിവിധ സംഘടനകളുടെ മുന്നണി പോരാളികളായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും ഊഷ്മളമായ ജയ് ഭീം ആദ്യം തന്നെ അറിയിക്കട്ടെ. ദീർഘമായി ഞാൻ പോകുന്നതിൽ എനിക്ക് 5 മിനിറ്റാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ 4 മിനിറ്റിൽ ഞാൻ അവസാനിപ്പിക്കും. ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കേരളത്തിൽ 30 ദിവസത്തിന് ഉള്ളിൽ രൂപീകൃതമായ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ 52-ലധികം സംഘടനകളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ദളിത് പക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ നേതാക്കളും പ്രവർത്തകരില്ല, നേതാക്കൾ മാത്രമാണ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരന്തരമായി നിതിൻ രാജിൻ്റെ വിഷയങ്ങൾ നമ്മൾ പഠിക്കുകയും പൊതുവിൽ പ്രസംഗിക്കുകയും പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ശേഷമാണ് 28-ാം തീയതി കേരളത്തെ പിടിച്ചുലച്ച ആ സംഭവത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. നമ്മുടെ ആവശ്യം നിതിൻ രാജിൻ്റെ ഘാതകരായ കോളേജ് അധ്യാപകർ, HOD, പ്രിൻസിപ്പൽ,
അധ്യാപകരായ മറ്റ് 3 പേർ ഉൾപ്പെടെ 5 പേരെ അറസ്റ്റ് ചെയ്യണം. അവരാണ് നിധിൻ രാജിൻ്റെ മരണത്തിനോ കൊലപാതകത്തിനോ ഇടയാക്കിയ സംഭവത്തിൽ ഉത്തരവാദികൾ. അതാണ് നമ്മുടെ ഈ സമരമുഖത്ത് ഉയർന്നു വന്ന പ്രധാനപ്പെട്ട സന്ദേശമതായിരുന്നു, അല്ലെങ്കിൽ മുദ്രാവാക്യമതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിരവധിയായ സമരങ്ങൾ നടന്നു. കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ ഒറ്റയ്ക്കും കൂട്ടായും നിരവധി സമരങ്ങൾ. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ അതിലുപരിയായ സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ നമ്മൾ തീർത്തു. പക്ഷേ നിധിൻ രാജിൻ്റെ ഘാതകരെ അറസ്റ്റ് ചെയ്തില്ല. അതിനൊടുവിലാണ് ഒരു സമരമാർഗം എന്നുള്ള നിലയിൽ കേരളം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ഹർത്താലിലേക്ക് നമ്മൾ നീങ്ങേണ്ടി വന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഹർത്താൽ പല ആളുകൾക്കും അലോസരമുണ്ടായി. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഹർത്താൽ നടന്നത് എന്നാണ് ഞാൻ ചാനൽ വെച്ചപ്പോൾ മനസ്സിലാക്കിയത്. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഹർത്താൽ നടന്നപ്പോൾ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് പറയുന്നത്. ഹർത്താലുകളെ കാണുകയും അതിൽ പങ്കെടുക്കുകയും ആ സമരമുഖങ്ങൾ വായിക്കുകയും ദൃശ്യമാധ്യമങ്ങളിലൂടെ ശ്രവിക്കുകയും ചെയ്തിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ആദ്യത്തെ ഹർത്താൽ അല്ലായിരുന്നു 28-ാം തീയതി നടന്നത്. ഇതിനു മുമ്പ് നടന്നുള്ള ഹർത്താലുകളിൽ ഏറ്റവും സമാധാനപരമായ ഹർത്താൽ, അതിനെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ടത്. ആ ഹർത്താലിൽ നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പടച്ചുവിട്ട നുണപ്രചരണങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കെ രമയുടെ ഒരു വാട്സപ്പ് ഫേസ്ബുക്ക് കുറിപ്പുണ്ടായി. ആ കുറിപ്പ് ഞാൻ കടമെടുത്ത് പറഞ്ഞാൽ, പൊരിവെയിലെത്ത അർദ്ധനഗ്നരായി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇങ്ങനെ നിൽക്കുക ഈ വിഷയത്തിൻ്റെ വസ്തുതകൾ അറിഞ്ഞപ്പോൾ. അവരെ അങ്ങനെ വിശേഷിപ്പിക്കാനേ ഞാൻ ശ്രമിക്കുന്നുള്ളൂ. വസ്തുതകളെ അറിയാതെ ഹർത്താലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി ചില പ്രവർത്തനങ്ങൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അഴിച്ചു. അതിൽ 1-ാം നമ്പർ മലയാള മനോരമയായിരുന്നു. അത് തിരുവല്ലയിലായിരുന്നു. ശ്രീ ചാലക്കരി ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവല്ലയിൽ നടന്ന സംഭവം നമുക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. നിങ്ങളിൽ പലർക്കും എനിക്കും അഭിപ്രായമുണ്ട്, ഹർത്താൽ ദിനത്തിൽ ക്യാൻസർ രോഗിയെ തടയുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് ശരിയല്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അജിമോൻ ചാലക്കരി ഒരു ക്യാൻസർ രോഗിയെ കൊലപ്പെടുത്താനാണ് തിരുവല്ലയിൽ വെച്ച് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്തൊക്കെ ആയുധം ഉണ്ടായിരുന്നെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു. അപ്പോൾ ആയുധങ്ങളൊന്നുമില്ലായിരുന്നു. നാക്കുകൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. 110/2026 BNS പുതിയ സെക്ഷനാണ്. വക്കീലുമാർ ഇവിടെ ഇരിപ്പുണ്ട്. അവരത് BNS ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ പഠിച്ചു വരുന്നേ ഉള്ളൂ. 3 വർഷം വേണ്ടി വരും എന്നാണ് നിയമജ്ഞരായ ആളുകൾ പറയുന്നത്. പക്ഷെ വക്കീലുമാരെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്തായാലും ശരി, ആ ഹർത്താലിൽ ഉണ്ടായ അനുഭവങ്ങളുടെ വസ്തുതകൾ പുറത്തു വന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. കോടതിയിൽ ആ കേസ് വിസ്തരിച്ച അഡ്വക്കേറ്റ് പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു വസ്തുത, നമ്മൾ പ്രചരിപ്പിക്കേണ്ട ഒരു വസ്തുത, പക്ഷേ നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നമ്മൾ ഈ വസ്തുതകളെ ഷെയർ ചെയ്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ ആളുകൾ വളരെ പുറകോട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കോടതിയിൽ ക്യാൻസർ രോഗിയാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഗവൺമെൻറ് പോലീസിനെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും അജിമോൻ ചാലക്കരയ്ക്ക് ജാമ്യം കിട്ടി. ക്യാൻസർ രോഗി അല്ലായിരുന്നു എന്നുള്ള വസ്തുത ഇനിയും നമ്മൾ പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ മറ്റൊരു നമ്മളെല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് മല്ലപ്പള്ളി എഴുമറ്റൂര് വികലാംഗനായ അദ്ദേഹത്തെ ചെവിക്കല്ലിന് അടിച്ചു പൊട്ടിച്ചു എന്നാണ് അദ്ദേഹം തിരുമ്മിക്കൊണ്ട് നിൽക്കുന്ന ഒരു പടമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം മൊഴികൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അദ്ദേഹം ബധിരനോ മൂകനോ വികലാംഗനോ അല്ലായിരുന്നു. അപ്പം നമ്മുടെ ഹർത്താലിനെ പൊളിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ഈ കേരളത്തിൽ നടന്നത്? വളരെ മോശം പ്രവണതകൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ നടത്തി. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നിധിൻ രാജിന് നീതി കിട്ടണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചെന്നുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത സമരവും ഹർത്താലും
ചരിത്ര വിജയമാക്കി മാറ്റിയ നിങ്ങളെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യാനാണ് ഈ സമയം വിനിയോഗിക്കുന്നത്. ഓരോരുത്തരും ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പ്രതിസന്ധികളിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പോഴും ചില പോലീസ് സ്റ്റേഷൻ നമ്മുടെ നേതാക്കന്മാരെ വിളിക്കുന്നുണ്ട്, ലിസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇന്നലെ ഒരു സിയോട് ഞാൻ പറഞ്ഞു, ലിസ്റ്റ് 4-ാം തീയതി കൊണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിഐക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ലിസ്റ്റ് നിർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതികളെ ഇനിയും വേണം, ഹൈക്കോടതി ഉത്തരവാണെന്നാണ് പറയുന്നത്. എന്തായാലും ശരി, വളരെ മോശപ്പെട്ട പ്രവണതകൾ നമുക്കെതിരെ നമ്മുടെ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായി. ഒരുപാട് ആളുകൾ പോലീസിൻ്റെ ഹരാസിനിടയാക്കി സംഭവങ്ങളിൽ ഒരുപാട് ആളുകളുടെ മനസ്സ് വേദനിച്ചു. എന്താണ് നമ്മൾ നടത്തുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം? നിതിൻ രാജിൻ്റെ വീട്ടിൽ ഇന്നലെ ഞാൻ ചെല്ലുമ്പോൾ അഡ്വക്കേറ്റ് ശാന്തമ്മയടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ വീടിൻ്റെ അകത്തെ അലമുറ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ. നിറഞ്ഞ് കവിഞ്ഞ ഒഴുകുന്ന കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരിങ്ങനെ ധാരതായി ഒഴുകി ആ മാതാവ് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ മേലാത്ത നിലയിൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാഴ്ച ഇന്നലെ ഞങ്ങൾ കണ്ടത്. ആ പിതാവ് കരഞ്ഞ് തളർന്നുപോയി. സഹോദരിമാർ ഓരോ മുറികളിൽ കിടക്കുക, അവർക്ക് എഴുന്നേറ്റ് വരാൻ പോലും വേണ്ട. അവർ പറയുന്നു നീതി കിട്ടണം. അവരുടെ തേങ്ങലുകൾ അടങ്ങുന്നില്ല, അവർക്ക് നീതി കിട്ടണം. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട്. ആ സമരമുഖത്തിൽ നിന്ന് നമ്മൾ ഒരിഞ്ച് പോലും പുറകോട്ട് മാറാതെ നീതി കിട്ടുന്നവരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് ആലോചിക്കുന്നതാണ് ഇന്നത്തെ ഒന്നാമത്തെ തീരുമാനം. അതാണ് നമ്മുടെ വിഷയം. ഗവൺമെൻറ് മാറുന്നതുകൊണ്ട് നമ്മുടെ സമരത്തിൻ്റെ ആവശ്യകത മാറുന്നില്ല. ഗവൺമെൻറ് മാറിയും മറിഞ്ഞുമൊക്കെ വരും. ഇപ്പം മുഖ്യമന്ത്രി രൂപീകരണത്തിൻ്റെ വലിയ തിരക്കിലാണ്. 3 നായന്മാരെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആര് വന്നാലും ശരി 3 നായന്മാരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രിയാകണം. എൻ്റെ ഒരു ആവശ്യം കൊടിക്കുന്നിൽ സുരേഷിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളതാണ്. പട്ടികജാതിക്ക് അല്ലെങ്കിൽ AP അനിൽകുമാറിനെ ആക്കിയാലും മതി. ചർച്ച ചെയ്യത്തില്ല. 2026 ഇത് ചർച്ച ചെയ്യാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ വട്ടം കൂടിയിരുന്ന് ആലോചിക്കേണ്ട സാഹചര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയും നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ നമ്മുടെ ചെകിട്ടത്തടിക്കുമെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് വിവിധ കൊടികൾ പിടിക്കുന്ന നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ, ഒന്നായി തീർന്നില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന തിരിച്ചറിവോടുകൂടി വേണം നമ്മുടെ ഇന്നത്തെ യോഗത്തിലെ ചർച്ചയും പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ. ദീർഘമായി ഞാൻ പോകുന്നില്ല. ഈ പ്രവർത്തനങ്ങളിൽ നിരവധി സംഘടനകൾ, ഓരോ സംഘടനയും പേര് പറയാൻ പോയ കഴിയത്തില്ല. 52-ലധികം സംഘടന, ഇപ്പോൾ 1-2 സംഘടനയുടെ പേരുകൾ വിട്ടുപോയി വായിച്ചപ്പോൾ തന്നെ. വില്ലുവണ്ടി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ വളരെ ആത്മാർത്ഥമായി ഈ ഹർത്താലുമായും മറ്റ് സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സംഘടനയാണ്. ദളിത് കൂട്ടായ്മ ഉണ്ടായിരുന്നു. കണ്ടൻകുമാരൻ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ നിരവധി ആളുകൾ ഇനിയും പേരുകൾ വായിക്കാൻ വിട്ടുപോയതുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് വിട്ടുപോയതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇതിന് നീതി കിട്ടുന്നതുവരെയുള്ള സമരത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ് ഈ ഹാളിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശദമായ പ്രസംഗങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ നിങ്ങൾക്കറിയാം. 2 മണിക്കൂർ പ്രസംഗിക്കുന്നവരാണ് മുഴുവൻ. അപ്പം അങ്ങനെ പോയെങ്കിൽ ഒരു 5 ദിവസമായിരുന്നു നമ്മൾ ഇവിടെ ഇരിക്കേണ്ടി വരും. ശശി തരൂർ പോലും നമ്മുടെ നേതാക്കന്മാരുടെ മുമ്പിൽ ഒന്നുമല്ല, അത്ര പ്രഗത്ഭന്മാരായിരിക്കുന്നത്. പക്ഷെ സമയപരിധി നമുക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പ്രസംഗിച്ച സമയം കളയുന്നില്ല, ചില കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ഈ ക്യാമ്പ് ഗൗരവതരമായൊരു ക്യാമ്പാണ്. അതിൻ്റെ ഗൗരവത്തോടു കൂടി നേതാക്കന്മാരിയ്ക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, അണികളാരും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നുകൊണ്ട് 13 ജില്ലകളിലെ ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ജില്ലയിൽ നിന്ന് മാത്രം ആളുകൾ എന്തോ കാരണം കൊണ്ട് വന്നില്ല. കണ്ണൂരടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് തന്നെ ഈ സമ്മേളനം സംഘടിപ്പിച്ചത്. നമ്മുടെ കൂട്ടായ ചർച്ചകളും അഭിപ്രായങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്ന നിലയിൽ നല്ല തീരുമാനങ്ങളോടുകൂടി ഈ ഹാള് വിട്ട് പുറത്തിറങ്ങുമ്പോൾ
പുതിയ പ്രതീക്ഷകൾ നൽകുന്ന ചർച്ചകളായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. നാളുകളിൽ കേരളത്തിൽ ഒരു പുതിയ പോർമുഖം തുറക്കുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പുതിയൊരു ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണ്. നമ്മുടെ പങ്കാളിത്തം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് എന്ന അധികാരത്തിൽ വരും എന്നുള്ളൊരു ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലായിട്ടുണ്ടാകണം. പട്ടികജാതിക്കാർക്കും ദളിതർക്കും ദളിത് ക്രൈസ്തവർക്കും ആദിവാസികൾക്കും പങ്കാളിത്തമുള്ളൊരു ഗവൺമെൻറ് എന്ന് രൂപീകരിക്കാൻ പറ്റും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ചിന്തയും കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ കൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കെട്ടാം. പല നിറമായിക്കോട്ടെ, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്നെ കാണാൻ മേലത്തെ ആളുകളൊക്കെ ഇവിടെ കാണും, സണ്ണി സാറിനെ കാണാൻ മേലത്തെ ആളുകൾ കാണാം, അംബുജാക്ഷി സാറിനെ കാണാൻ മേലത്തെ ആളുകൾ കാണും. നമുക്കൊക്കെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. അത് മാറ്റിയില്ലെങ്കിൽ നമ്മൾ ഇനിയും പുറകോട്ട് പോകും. അതുകൊണ്ട് പുതിയ ഒരു തുറന്ന മനസ്സോടുകൂടി മനസ്സിലുള്ള എല്ലാ ദുഷിച്ച ചിന്തകളെയും മാറ്റി നിർത്തി ആദിവാസി ദളിത് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രയാണത്തിൽ ചുക്കാൻ പിടിക്കുവാൻ നമ്മുടെ ഈ നേതൃസമ്മേളനത്തിന് കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം മഹാനായ ബാബാ സാഹേബ് അംബേദ്കറുടെയും നവോത്ഥാന ഗുരുക്കന്മാരുടെയും നാമധേയത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഗൂഗിൾ മീറ്റിൽ ഒരു ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്യുന്നത്. ആ ഗൂഗിൾ മീറ്റിലാണ് ഈ ആക്ഷൻ കൗൺസിലിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ അന്ന് വന്ന കുറച്ച് ആൾക്കാരുടെ പേരുകൾ അവിടെ നിർദ്ദേശിക്കപ്പെടുകയും അത് എക്സിക്യൂട്ടീവായി നിലവിൽ വരികയുമാണ് ഉണ്ടായത്. അപ്പോൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യവും എന്ത് വില കൊടുത്തും നിതിൻ രാജിന് നീതി ലഭിക്കണമെന്നുള്ള സമുദായത്തിൻ്റെ അഭിലാഷവുമാണ് ഒരു ഗൂഗിൾ മീറ്റിൽ തന്നെ ഒരു നിമിഷം പോലും വൈകിക്കാതെ നമ്മൾ കാര്യത്തിലേക്ക് കടക്കണമെന്നുള്ളൊരു അഭിവാഞ്ചയാണ് ആ ഗൂഗിൾ മീറ്റിൽ ഉണ്ടായത് എന്നതുകൊണ്ടാണ് ഗൂഗിൾ മീറ്റിൽ തന്നെ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത്. ആ കമ്മിറ്റിയിൽ ഇതിൻ്റെ ചെയർമാനായി കെ സുരേഷിനെയും ഇതിൻ്റെ ജനറൽ കൺവീനറായി സണ്ണി എം കബിക്കാടിനെയും ശ്രീ ജെയിംസ് പാണ്ടനാടിനെ ട്രഷററായും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വരികയും അത് അംഗീകരിക്കുകയും ഓരോ സംഘടനാ നേതാക്കൾ അന്ന് പങ്കെടുത്ത നിരവധി സംഘടനാ നേതാക്കൾ ഉണ്ടായിരുന്നു. ഗീതാനന്ദനടക്കം ആ യോഗത്തിൽ പങ്കെടുക്കുകയും പെട്ടെന്ന് ഫോൺ ഔട്ട് ഓഫ് ഓർഡർ ആയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നീട് കയറാൻ കഴിയാതെ വന്നതാണ്. ഗീതാനന്ദനടക്കമുള്ള പ്രമുഖരായ വ്യക്തികൾ രക്ഷാധികാരികളായും കേരളത്തിൽ അന്ന് പങ്കെടുത്ത സംഘടനാ നേതാക്കൾ AKCHMSൻ്റെ ദളിത് സമുദായ മുന്നണിയുടെ IDFൻ്റെ KCSൻ്റെ തുടങ്ങി CSDSൻ്റെ തുടങ്ങി സംഘടനകളുടെ ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവിന് നമ്മൾ രൂപം കൊടുക്കുകയുണ്ട്. അത് പിന്നീട് ഇന്ന് നമുക്ക് ആ കമ്മിറ്റിയെ പുനഃസംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാറ്റി പുതിയ ആൾക്കാരെ എടുക്കണമെന്നൊന്നും അർത്ഥമില്ല. അതിനകത്ത് പുതിയ ആൾക്കാർ അന്ന് ഇടം കിട്ടാതെ പോയ പുതിയ ആൾക്കാരെ ചേർക്കുകയും ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ സംഘടനകൾക്കും പ്രാതിനിധ്യമുള്ളൊരു സംസ്ഥാന സമിതിക്ക് രൂപം കൊടുക്കുക, വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന സബ് കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുകയതിന് ചുമതല നൽകുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ആ ഗൂഗിൾ മീറ്റിൽ 4 പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ റേസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ ഗൂഗിൾ മീറ്റിലാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആ പ്രധാനപ്പെട്ട സംഗതികളെക്കുറിച്ച് ഇവിടെ വിശദീകരിച്ചു, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നൊരു ഘട്ടത്തിൽ ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലൊരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചു, ഒന്നാമതായി. രണ്ടാമതായി രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്.
കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ SC/ST വിഭാഗങ്ങൾ ആത്മഹത്യ ചെയ്യുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്യുന്ന, നമ്മളീ കാണുന്ന ആത്മഹത്യയിലെ കൊലപാതകമൊന്നുമല്ല, അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കണക്കുകൾ പുറത്തു വന്നതിൽ നിന്നും 115ഓളം വിദ്യാർത്ഥികൾ, ദളിത് വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആത്മഹത്യ ചെയ്തിട്ടോ കൊല ചെയ്യപ്പെടുക. ഇതിനെയെല്ലാം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നാണ് വിളിക്കുന്നത്. ഈ 115 പകരം അതിനേക്കാൾ എത്രയോ ഇരട്ടി കുട്ടികളാണ് പഠനം ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയിട്ടുള്ളത്. കേരളത്തിലും അതിന് ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിൽ ഈ ഗ്രാൻഡ് സമയാസമയങ്ങളിൽ ലഭിക്കാതെ പഠനം ഉപേക്ഷിച്ച്, ഗവേഷണം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന വിദ്യാർത്ഥികളുണ്ട്. വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ളത്. അത് പരിഹരിക്കുവാൻ സമഗ്രമായ കേരളത്തിൻ്റെ സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ടുള്ള രോഹിത് വെമുല ആക്ടിൻ്റെ ഒരു കേരള വേർഷൻ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന ഡിമാൻഡ് നമ്മൾ റേസ് ചെയ്യും. ഇത് വളരെ നേരത്തെ തന്നെ റേസ് ചെയ്യപ്പെട്ടൊരു ആവശ്യമാണ്. പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഈ പറയുന്ന നിതിൻ രാജിൻ്റെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ അത് ഇമ്മീഡിയസി ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ റേസ് ചെയ്യും. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് 10 കോടി രൂപ കോമ്പൻസേഷനായി കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് ചെറിയ തോതിൽ കേരളത്തിൽ വിവാദമായി. അത് വിവാദം ഉണ്ടായത് ഈ 10 കോടി രൂപയ്ക്ക് എന്തിനാണ് ചോദിക്കുന്നത് എന്ന നിലക്കാണ്. നമ്മളത് ആലോചിച്ച് തന്നെയാണ് ആ ഡിമാൻഡ് റേസ് ചെയ്തത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ഡോക്ടറാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. 5 വർഷം കഴിയുമ്പോൾ ദന്തൽ ഡോക്ടറായി പുറത്തിറങ്ങുന്ന ഒരു ഡോക്ടറാണ് നിതിൻ രാജ്. നിതിൻ രാജ് തുടർന്ന് പഠിച്ചേക്കാം, യൂറോപ്പിൽ പോയി പ്രാക്ടീസ് ചെയ്തേക്കാം, അമേരിക്കയിൽ പോയി ഒരു വിദഗ്ധ ഡോക്ടറായി മാറിയേക്കാം, ഇന്ത്യയിലെ തന്നെ പ്രഥമ കൺസൾട്ടൻ്റായി മാറിയേക്കാം. ഇങ്ങനെ അനേക സാധ്യതകൾ ഉണ്ട്. ഇത് നമ്മൾ വെറുതെ ഊഹിച്ചു പറഞ്ഞതൊന്നുമല്ല. വണ്ടിപ്പെരിയാറിൽ തോട്ടത്തെ ലയത്തിൽ താമസിച്ച് കിലോമീറ്ററുകൾ നടന്ന വിദ്യാഭ്യാസം ചെയ്ത ജയശീലൻ രാജ് ഇന്ന് ലണ്ടൻ കിങ്സ് കോളേജിലെ പ്രൊഫസറാണെന്ന് ഓർക്കണം. ഇയാളെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് കൊല്ലപ്പെട്ടാൽ 10,000 രൂപയാണോ നമ്മൾ കോമ്പൻസേഷൻ ചോദിക്കേണ്ടത്? നമ്മുടെ കൺമുന്നിൽ അനുഭവമുണ്ടെന്ന്, നമ്മുടെ കൺമുന്നിൽ അനുഭവങ്ങളുണ്ട്. 1ഉം 2ഉമല്ല, നിരവധി അനുഭവങ്ങൾ. കാൾസാഗനെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കൊല്ലപ്പെടുന്നത്, രോഹിത് വെമുല. ആത്മഹത്യ ചെയ്യുക. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ മറ്റൊരു ശാസ്ത്രജ്ഞൻ, ലോകമറിയുന്ന ശാസ്ത്രജ്ഞനാകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? അപ്പോൾ ഈ പറയുന്ന നിതിൻ രാജ് ജീവിച്ചിരിക്കുകയും ജീവിതത്തിൽ അവസരങ്ങൾ കിട്ടുകയും അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്താൽ അദ്ദേഹം നേടാവുന്ന സാമ്പത്തിക മൂലധനത്തിൻ്റെയും സാമൂഹിക അന്തസ്സിൻ്റെയും ചെറിയൊരംശം മാത്രമാണ് 10 കോടി രൂപ കേരളത്തിലെ ദളിതരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാവശ്യപ്പെടാനുള്ള അവകാശം ഈ സമുദായത്തിനുണ്ട്. അതാവശ്യപ്പെടണം നമ്മൾ. ഇതാണ് ആ ഡിമാൻഡിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി. അത് വലിയ വിവാദമാക്കി മാറ്റാൻ കേരളത്തിലെ ചാനലുകൾ ശ്രമിച്ചെങ്കിൽ നമ്മളതിൽ നിന്നും പുറകോട്ട് പുറകോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ മറ്റൊന്ന്, ഇത്രയും അധാർമികമായൊരു കോളേജ് നിലനിൽക്കണ്ട, അതിൻ്റെ അഫിലിയേഷൻ പിൻവലിക്കണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടൊരു ഈ 4 ഡിമാൻഡാണ് റേസ് ചെയ്തത്. 21-ാം തീയതി തിരുവനന്തപുരത്ത്, ഏപ്രിൽ 21-ന് തിരുവനന്തപുരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്താൻ തീരുമാനിക്കുന്നു. അത് വിജയകരമായി നടക്കുന്നു. വീണ്ടും പുതിയ കുറേ സംഘടനകൾ നമ്മളോട് സഹകരിക്കുന്നു. 24-ാം തീയതി ജില്ലാതലത്തിൽ കൺവെൻഷനുകൾ നടത്തി നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിലെ ജില്ലാ സമിതികൾ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കുന്നു. ബഹുഭൂരിപക്ഷം ജില്ലകളിലും 24, 25 തീയതികളിൽ ജില്ലാ സമിതികൾ രൂപീകരിക്കും. 28-ാം തീയതി ഹർത്താൽ പ്രഖ്യാപിക്കുന്നതും തീരുമാനിക്കുന്നതും ആ ഗൂഗിൾ മീറ്റിലാണ്.
ഞാനിതിങ്ങനെ ഈ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു സംഭവം ഞാൻ പറയാൻ കാരണം, നമ്മുടെ മുന്നിൽ ഒട്ടും സമയമോ നമ്മൾക്ക് വിശദമായി ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറയാനോ നീട്ടിവെക്കാനോ ഒന്നും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യമായിരുന്നു. എന്നിട്ട് ഗൂഗിൾ മീറ്റിൽ തീരുമാനിച്ചു, നമ്മൾ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഈ ഹർത്താലിൻ്റെ വിജയത്തെ, ഹർത്താൽ ഒരു വിജയമായിരുന്നു എന്നാണ് നമ്മളെല്ലാവരും വിലയിരുത്തിയത്. എല്ലാ കോണുകളിൽ നിന്നും വിജയമാണെന്ന്. ഈ ഹർത്താലിനെ നമ്മൾ കാണുന്നത് ഈ സംഘടനാ കോർഡിനേഷൻ ഓരോ സ്ഥലത്തും ചെയ്ത ഒരു ജോലിയായിട്ട് മാത്രമല്ല, അങ്ങനെ ചെയ്ത സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ നമുക്കാർക്കും അറിവില്ലാത്ത, കേട്ടറിവില്ലാത്ത സ്ഥലങ്ങളിലും കേരളത്തിൽ ഹർത്താൽ നടന്നെന്നുള്ള കാര്യം ഈ ആക്ഷൻ കൗൺസിൽ വളരെ ഗൗരവമായും ആണ് കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഈ ജില്ലാ സമിതിയുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ, സംസ്ഥാന സമിതിയുമായി ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങൾ പ്രാദേശികമായി സ്വമേധയാ ഇറങ്ങി വന്ന് ഈ ഹർത്താൽ വിജയിപ്പിക്കാൻ തയ്യാറായത്? അതിനൊരു കാരണമേ ഉള്ളൂ. നിതിൻ രാജിന് നീതി വേണമെന്നുള്ള നമ്മളുടെ ആവശ്യം കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി തിരിച്ചറിയപ്പെട്ടു എന്നതാണ്. അതവർ ഏറ്റെടുക്കുകയായി. അപ്പോൾ നമുക്കിടയിൽ ഒരു വലിയ വിശാലമായൊരു ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് അത് തെളിയിക്കുന്നൊരു കാര്യം. അപ്പോൾ ഈ സംഭവവികാസങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വച്ച ഡിമാൻഡുകൾ സ്വീകരിക്കപ്പെടുക മാത്രമല്ല, വിവിധ സംഘടനകൾ ഒരുമിച്ച് വരികയും, ഇപ്പോൾ ഈ സമ്മേളനം തന്നെ അതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്. പല അഭിപ്രായങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടാവാം, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പിരിഞ്ഞു പോകാനുള്ള അവകാശമല്ല എന്ന് കേരളത്തിലെ ദളിതർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഹർത്താലിൻ്റെ വിജയരഹസ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് മനസ്സിലാക്കുമ്പോഴാണ് ഈ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ഒരുമിച്ച് വരാനും ഒരു ഹർത്താൽ നടത്തി വിജയിപ്പിക്കാനും കഴിഞ്ഞതിൻ്റെ പൊരുൾ നമുക്ക് പിടികിട്ടും. ഇത് കേവലമായ സംഘടനാ ഐക്യത്തിൻ്റെ മാത്രം വിജയമല്ല. ഇത് കേരളത്തിലെ 60 ലക്ഷത്തോളം വരുന്ന ദളിതരുടെ ഒരു വിജയമായി തന്നെ നമ്മൾ കാണാനുള്ളൂ. സംഘടനകൾ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്തത്, നേതൃത്വം കൊടുക്കുകയാണ്. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ ദളിത് സമുദായം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ ഹർത്താൽ ഒരു 10 മണിയോടുകൂടി വിജയിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായതിന് ശേഷമാണ് പോലീസും ചില മീഡിയയും ഇടപെട്ടുകൊണ്ട് ഇതിനെ തകർക്കുവാൻ ശ്രമിച്ചത്. അവർ യഥാർത്ഥത്തിൽ നമ്മളുടെ നേതാക്കളോടും പ്രവർത്തകരോടും ചോദിച്ച ഒരു ചോദ്യമുള്ളൂ, പലതരത്തിലായിരിക്കും ചോദിച്ചത്. നിങ്ങൾക്കെന്താണ് ഒരു ഹർത്താൽ നടത്താനുള്ള അവകാശം? ആ അവകാശം നിങ്ങൾക്ക് ആര് തന്നതാണ്? ഈ വഴിയാത്രക്കാരെ തടയാനുള്ള അവകാശം നിങ്ങൾക്ക് ആര് തന്നതാണ്? ഇതായിരുന്നു ചോദ്യം. കടകൾ അടയ്ക്കണമെന്ന് പറയാനും അടപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആര് തന്നതാണ്? ഇതാ ചോദ്യം. ഇതിനു മുൻപ് ഹർത്താൽ നടത്തിയ ഒരാളോടും ചോദിക്കാത്ത ചോദ്യമാണ് നമ്മുടെ മുന്നിൽ വന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിർവഹണ അധികാരത്തെ, നമ്മളുടെ ഒരു സമുദായത്തിൽപ്പെട്ട പ്രഗത്ഭനായി മാറാവുന്നൊരു കുട്ടി മരിച്ചതിനെതിരെ ആ സമുദായം കേരളത്തിലെ ഭരണാധികാരികളെ കണ്ണു തുറപ്പിക്കുന്നതിനും തീരുമാനമെടുപ്പിക്കുന്നതിനും വേണ്ടി ഹർത്താൽ നടത്തുമ്പോൾ നിങ്ങൾക്കാരാണ് അധികാരം തന്നത് എന്ന ചോദ്യമാണ്. ഈ ചോദ്യം 25 കൊല്ലം മുമ്പ് കേരളത്തിലെ ആദിവാസികൾ സമരം ചെയ്തപ്പോഴും ഇതേ ചോദ്യമാണ് നേരിട്ടത്. നിങ്ങൾക്കാരാണ് ഇതുപോലൊരു സമരം നടത്താൻ അധികാരം തന്നത് എന്ന ചോദ്യം ചോദിക്കുക മാത്രമല്ല, ആ സമരത്തെ കേരള ഭരണകൂടം അതിഭീകരമായി നേരിടുകയായി. ഭരണകൂടം നേരിടട്ടെ, പോലീസ് നേരിടട്ടെ, അതിൻ്റെ ജയാപജയങ്ങളെക്കുറിച്ച് വേറെ നമുക്ക് കാണാം. പക്ഷേ വയനാട്ടിലെ കുടിയേറ്റക്കാർ ജീപ്പ് ഓടിച്ച് നടന്നും വഴിയിൽ കണ്ട ആദിവാസിയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചു. അതിനാരാണ് അവർക്ക് അവകാശം കൊടുത്തതെന്ന് ആരും ചോദിച്ചില്ല. അത് നമ്മൾ ചോദിക്കണ്ടേ?
ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? അപ്പം നമ്മളുടെ ഒരു പൗരന്മാരെന്ന നിലയിൽ നമ്മൾ ഭരണാധികാരികളുമായി സംസാരിക്കാൻ ഒരു സമരരൂപം തിരഞ്ഞെടുത്തപ്പോൾ ഈ സമരരൂപം തിരഞ്ഞെടുത്താൻ നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത് എന്ന ചോദ്യത്തിന് നമ്മൾക്കതിന് അധികാരമുണ്ട് എന്ന് നമ്മൾ കേരളത്തിൽ തെളിയിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റേതൊരു പൗരനും മറ്റേതൊരു സംഘടിത സമുദായവും മറ്റേതൊരു സംഘടിത രാഷ്ട്രീയ സമൂഹവും ചെയ്യുന്നത് പോലെ കേരളത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവകാശം കേരളത്തിലെ ദളിതർക്കും ആദിവാസികൾക്കുമുണ്ട് എന്ന് ചരിത്രപരമായി സ്ഥാപിച്ച ഒരു ഹർത്താലാണ് 28-ാം തീയതി നടന്നത്. ആ ഹർത്താൽ വളരെ സമാധാനപരമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ പോലീസ് ശ്രമിച്ചു. നമ്മളുടെ നേതാക്കളോട് ഒരു ബഹുമാനവുമില്ലാതെ തട്ടിക്കയറുന്ന, ശരിക്കും തെരുവ് ഗുണ്ടകളെപ്പോലെ പെരുമാറുന്ന പോലീസിനെ നമ്മൾ കണ്ടു. മംഗലപുരത്ത് ഇന്നലത്തെ സമ്മേളനത്തിൽ കെ സുരേഷ് പങ്കെടുക്കുകയുണ്ടായി. കണിയാപുരത്ത് വണ്ടി തടഞ്ഞവരെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. തിരുവല്ലയിൽ വണ്ടി തടഞ്ഞവരെ ഒരു ക്യാൻസർ രോഗിയുടെ വേഷത്തിൽ വന്നാണ് ആ വിജയകരമായി നടന്ന ഹർത്താലിനെ അവർ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻസർ രോഗിയെ 11 മണിയായപ്പോൾ ഒരു വാർത്ത പുറത്തു വരിക, ഹർത്താൽ നടത്തുന്നവർ സമരക്കാർ ക്യാൻസർ രോഗിയെ തടഞ്ഞു വെച്ചു, മണിക്കൂറുകളോളം തടഞ്ഞു വെച്ചു. പല വേർഷൻസാണ്. ക്യാൻസർ രോഗിയെ തടഞ്ഞു വെച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ ആ വാർത്ത കേൾക്കുന്ന ആൾക്കാർ എന്താ മനസ്സിലാക്കുക? അവശനായ ഒരാളെ തടഞ്ഞു വെച്ചു എന്നാണ്. ക്യാൻസർ രോഗി ഇപ്പം മരിക്കാൻ പോകുന്ന ഒരാളെ തടഞ്ഞു വെച്ചു എന്നാണ്. ഈ കുടുംബം ഭാര്യയും ഭർത്താവും അങ്കമാലിയിൽ നിന്ന് ബസ് കയറി 4 മണിക്കൂർ കൊണ്ടാണ് തിരുവല്ലയിൽ എത്തിയെന്ന് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ രോഗിയുടെ ഒരു കണ്ടീഷൻ നമുക്ക് ഊഹിക്കാൻ പറ്റും. അവിടെ നിന്ന് ഇവർക്ക് കോലഞ്ചേരിക്കാണ് പോകേണ്ടത്. നിങ്ങളെന്താ പത്തനംതിട്ടയ്ക്ക് വണ്ടി വിടാത്തതെന്നാണ് ഇവരുടെ ചോദ്യം. ഇവർക്ക് കോലഞ്ചേരിക്ക് പോകണമെന്നല്ല അവർ പറയുന്നത്, നിങ്ങൾ പത്തനംതിട്ടയ്ക്കുള്ള വണ്ടി വിടണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഹർത്താൽക്കാർ പറഞ്ഞത് സാധ്യമല്ല, നീ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയും. ഉടനെ മീഡിയക്കാരൻ ചാടി വീഴുന്നു. മീഡിയയുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നു, ഞാനൊരു ക്യാൻസർ രോഗിയാണ്. അജിമോനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അജിമോനടക്കം 5 പേരെ അറസ്റ്റ് ചെയ്യുന്നു. അഡ്വക്കേറ്റ് പ്രസാദ് അടക്കമുള്ള തിരുവല്ലയിലെ ഹർത്താലിന് നേതൃത്വം കൊടുത്തവർ, ബിജോയ് ഡേവിഡ് അടക്കമുള്ളവർ അവിടെ ചെന്ന് ചോദിക്കുന്നു, 5 മണിക്ക് വിട്ടേക്കാമെന്ന് പറയും. 5 മണിയായപ്പോൾ പറയുക, കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതി എന്ത് പറഞ്ഞു? കോടതി പറഞ്ഞിട്ടുണ്ട്, വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ പറയും. അജിമോനെ ചാർജ് ചെയ്യും. കൊലപാതക ശ്രമത്തിന് കേസെടുത്തു. ഓർക്കണം, നമ്മളെപ്പോലെ ഒരു വിഭാഗം സമരത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ധാർമ്മികതയെ ചോർത്തിക്കളയാൻ കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് അയാളെ റിമാൻഡ് ചെയ്തു. അജിമോൻ അകത്ത് പോയി. കേസ് തിങ്കളാഴ്ച വന്നപ്പോൾ, കോടതിയുടെ മുന്നിൽ വന്നപ്പോൾ വക്കീൽ ഈ പ്രശ്നം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇയാൾ ക്യാൻസർ രോഗിയാണെന്നതിന് തെളിവ് വല്ലതുമുണ്ടോ? പോലീസിൻ്റെ ഒരു തെളിവുമില്ല, ഒരു ചീട്ട് പോലുമില്ല. ക്യാൻസർ രോഗിയാണെന്ന് ചികിത്സിച്ചതിൻ്റെ ഒരു തെളിവും ഹാജരാക്കാൻ അവർക്ക് കഴിയാതെ വന്നതോടെയാണ് യഥാർത്ഥത്തിൽ അജിമോനും ചാലക്കേരിക്ക് ജാമ്യം കിട്ടിയത്. അത് വളരെ വിദഗ്ധമായി നിയമപരമായി കൈകാര്യം ചെയ്യാനായിട്ട് അഡ്വക്കേറ്റ് പ്രസാദിനും സഹപ്രവർത്തകനും കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കെ തന്നെ നമ്മൾ അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റിനെ കാണേണ്ടത് ഈ സമരത്തിൻ്റെ മുഴുവൻ അന്തസ്സിനെ ഇടിച്ചു തകർക്കുന്ന ഇത്തരമൊരു വാർത്ത കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ഇവർക്കുണ്ടായ പ്രചോദനം എന്താണ് എന്നാണ്. ഒരു ദിവസം മുഴുവൻ സമര നേതാക്കൾ ഇതിന് മറുപടി പറയേണ്ടി വന്നു. ഒരു ദിവസം മുഴുവനും. പിറ്റേ ദിവസം മുതലാണ് കാര്യങ്ങൾ മറിഞ്ഞത്. കാര്യങ്ങൾ മാറി. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, പ്രധാനമായൊരു പാഠമെന്ന് പറയുന്നത്, ഈ ഹർത്താലിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം, ഒന്ന്, നമുക്കിടയിൽ വിശാലമായൊരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്.
ആ ഐക്യം കേവലമായി വൈകാരികമായി ഉണ്ടാകുന്ന ഒരു ഐക്യം മാത്രമല്ല, അത് ദീർഘകാലമായി ഒറ്റയ്ക്കും പെട്ടയ്ക്കും നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിമിതികളെ തിരിച്ചറിഞ്ഞൊരു ജനത, അതിൻ്റെ നേതൃത്വം എല്ലാ വിട്ടുവീഴ്ചകളോടുകൂടിയും ഒരുമിച്ച് വരാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗം കൂടിയാണ് എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം. വിശാലമായ ഐക്യത്തെ തള്ളിക്കളയാൻ നമുക്കിനി ആർക്കും കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം, കേരളത്തിലെ ഈ എതിർപ്പുകളെല്ലാം ഉള്ളപ്പോൾ നമ്മൾ കാണാതെ പോകരുതാത്തൊരു കാര്യമാണ്. കേരളത്തിലെ പൊതുജനങ്ങളിൽ നിന്നും വലിയൊരു പിന്തുണ ആ ഹർത്താലിനുണ്ടായിരുന്നു എന്നതാണ്. അത് നമ്മൾ കാണാതെ പോകരുത്. ഈ പൊതുസമൂഹം മുഴുവൻ ഹർത്താലിനെതിരായിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ സംഘർഷഭരിതമാകുമായിരുന്നു. തിരുവല്ല ഒഴികെ, മംഗലപുരം ഒഴികെ ബാക്കി മിക്കവാറും, കോട്ടയത്തൊക്കെ സമ്പൂർണ്ണ ഹർത്താലായിരുന്നു. അവിടെ ഒരു സംഘർഷം ഉണ്ടായില്ല. പിന്നെ ആരടാ വണ്ടി തടയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അടി കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ ഹർത്താലിൽ സാധാരണ. അടി കൊടുത്തില്ലേ പിന്നെ എന്തിനാണ് ഹർത്താൽ നടത്തുന്നത്? ഹർത്താൽ നടന്നപ്പോൾ വണ്ടി തടയുന്നു. എന്നാലും ഒരുത്തൻ സ്കൂട്ടറെ വന്ന് സ്കൂട്ടറൊക്കെ മാറ്റി വെച്ചിട്ട് ആരടാ വണ്ടി തടയുന്നത്, നിനക്കാരടാ അധികാരം തന്നു ചോദിച്ചു. അവനെ ചിലപ്പോൾ ആരെങ്കിലും തല്ലിക്കാണും. ഞങ്ങൾക്ക് തല്ലണമല്ലോ, അതാണല്ലോ എൻ്റെ ഒരു മര്യാദ. ഇനി ചോദിക്കാൻ പാടില്ല. ഇനി ആദിവാസികൾ സമരം നടത്തിയാൽ അവരെ പിടിച്ചു കൊടുക്കാൻ കുടിയേറ്റക്കാരെ വന്നാണ്ട് അടി കൊടുക്കുക എന്നുള്ളത് വേറെ മാർഗമൊന്നുമില്ല. ചില കാര്യമൊക്കെ തല്ലിയേ പരിഹരിക്കാൻ കഴിയുള്ളൂ എന്ന് അയ്യങ്കാളി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടത്. തല്ലിയൊക്കെ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ചിലത്. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ വളരെ സമാധാനപരമായി നടത്തിയ ഈ ഹർത്താലിൽ വലിയൊരു പിന്തുണ പൊതുസമൂഹത്തിൻ്റെതായിട്ടുണ്ടായി. ഒരുപക്ഷെ കേരളത്തിലെ ഹർത്താൽ ലുലുമാൾ അടച്ചിട്ട ഒരു ഹർത്താൽ ഇതാ. കോട്ടയത്തെ ലുലുമാൾ തുറന്നില്ല. അത് അവരുടെ സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് കൂടെ നമ്മൾ എടുക്കണമല്ലോ. നമ്മൾ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അടച്ചതെന്ന് നമ്മൾ വിചാരിക്കരുത്. അവരുടെ സഹകരണം കൂടിയാണ്. കേരളത്തിലെ കോട്ടയത്തെ വ്യാപാരി വ്യവസായി സമൂഹം നമ്മളെ സഹകരിച്ചു. അവരെയും കട തുറക്കാൻ ശ്രമിച്ചില്ല. നമ്മുടെ KK സുരേഷ് സ്വന്തം നാടായിട്ടുള്ള സ്ഥലത്ത് എല്ലാ കടയും അടച്ചിട്ടേക്കോ. അവിടെ ഒരു കട തുറന്നു എന്ന് പറഞ്ഞിട്ടൊരു കഥ അദ്ദേഹത്തെ വിളിച്ച് പറയുന്നില്ല. തുറന്ന ആൾ പട്ടികജാതിക്കാരനാണ്. എങ്ങനെയുണ്ട്? കട വേണമെന്ന് തല്ലി പൊട്ടിക്കാം. പിന്നെ സമരം നടത്തിയൊരു മാന്യത കൊണ്ട് അയാളെ തല്ലി പൊട്ടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ഇത്തരം സംഗതികളെ മറികടന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു അന്തരീക്ഷം നമ്മുടെ മുന്നിലുണ്ട്. പൊതുസമൂഹത്തിൽ നിന്ന് നമുക്കൊരു പിന്തുണയുമുണ്ട് എന്ന കാര്യം നമ്മൾ വിട്ടുകളയേണ്ടതില്ല. എതിർത്തവരുമുണ്ട്, അതിനേക്കാൾ കൂടുതൽ പിന്തുണച്ചവരുമുണ്ട്. പേടിച്ചാണ് ആൾക്കാർ പുറത്തിറങ്ങാതിരുന്നത് എന്ന് പറയുന്ന നുണയാണ്. പേടിച്ചൊന്നുമല്ല, ആൾക്കാർക്ക് ഇതിനോട് അനുഭവം ഉണ്ടായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് പ്രകടിപ്പിക്കാൻ പറ്റിയൊരവസരമായിട്ട് നമ്മളിതിനെ മുന്നോട്ടെടുത്തപ്പോൾ കേരളത്തിലെ ദളിതർക്കിടയിൽ വളരെ വലിയൊരു പ്രതീക്ഷ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ റിപ്പോർട്ടിംഗ് എന്നുള്ള നിലക്ക് പറയുന്നത്, നമ്മൾ ഈ ഹർത്താലിൻ്റെ വിജയത്തെ കേവലമായ ദളിതരെല്ലാവരും ഐക്യപ്പെട്ട് നിൽക്കുവാണ്, ഇനിയിപ്പോൾ അടുത്ത പടിയിലേക്ക് കടന്നാൽ മതി എന്നൊക്കെ അതിഭാവന ചെയ്യേണ്ടതിന് പകരം നമ്മൾ വസ്തുതാപരമായി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും നമ്മൾ നിതിൻ രാജിന് നീതി എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അത് നേടിയെടുക്കാനുള്ള ഒരു പുതിയ സാധ്യത നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണണം. പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാകാൻ പോവുക. മുഖ്യമന്ത്രി ആരാന്ന് അവർ തീരുമാനിച്ചിട്ടില്ല. അതവരെന്തെങ്കിലും തീരുമാനിച്ചോട്ടെ. ആര് മുഖ്യമന്ത്രി ആയാലും നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് മുന്നിൽ നമുക്ക് കാര്യങ്ങൾ ഉന്നയിക്കാം. അപ്പോൾ ഈ നിതിൻ രാജിൻ്റെ കേസിൽ നമ്മൾ ഉന്നയിച്ചൊരു ഡിമാൻഡ് അവരുടെ പ്രകടന പത്രികയിൽ ഉള്ളതാണ്. നമ്മുടെയൊക്കെ പലരുടെയും ഇടപെടൽ കൊണ്ടാണത് സ്ഥാനം പിടിച്ചത്. ഈ പറഞ്ഞ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കാൻ അവർ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. നിയമം എങ്ങനെ വേണമെന്നുള്ളതിന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനകത്ത് ഒരു പുനരന്വേഷണത്തിനോ സുതാര്യമായ അന്വേഷണത്തിനോ തീരുമാനമെടുക്കാൻ പുതിയ ഗവൺമെൻറ്റിന് ഒരു തടസ്സവുമില്ല.
അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ദളിതാദിവാസി സംഘടനകൾ തുറന്ന് UDF പിന്തുണച്ച അത്യപൂർവ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത്. അതിപ്പോൾ ADF ആയാലും CSDS ആയാലും ദളിത് സമുദായ മുന്നണി ആയാലുമൊക്കെ എനിക്കൊരു സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് തരികയെന്ന് പറഞ്ഞിട്ടും ഈ UDF കൊടുത്ത പിന്തുണ പിൻവലിക്കാത്തൊരു സംഘടനയാണ് ദളിത് സമുദായ മുന്നണി. അങ്ങനെ നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ദളിതർ ഈ ഗവൺമെൻറ് വരാനുള്ള തെരഞ്ഞെടുപ്പിൽ UDF പിന്തുണച്ചു. അവിടെ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ മുന്നിലൊരു സാധ്യമാണെന്നാണ് ഞാൻ പറയുന്നത്. അത്തരം സാധ്യതകളെയും നമ്മൾ കാണണം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു സമുദായം എന്ന നിലക്ക് കൂടുതൽ ഐക്യത്തിലേക്കും കൂടുതൽ ആ ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചിട്ടുണ്ട് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയം എന്തായിരിക്കും, രാഷ്ട്രീയമായിട്ടാണോ മുന്നേറേണ്ടത്, അതൊക്കെ നമുക്ക് പുറത്ത് ചർച്ച. ഇത് നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ യോഗമാണ്. ഇവിടെ നിതിൻ രാജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഭാവി പരിപാടികളും നമ്മളുടെ ഇടയിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഐക്യത്തെ കൂടുതൽ വിശാലമാക്കുവാനും കൂടുതൽ ഉറപ്പുള്ളതാക്കുവാൻ. അതിന് മറ്റൊന്നുമില്ല, നമുക്ക് നേടിയെടുക്കാൻ പൊതുവായൊരു ഗോളുണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവായൊരു ലക്ഷ്യമുണ്ടാവുക. ഇപ്പം നമ്മുടെ മുന്നിലൊരു ലക്ഷ്യമുണ്ട്. നിതിൻ രാജിന് നീതി ലഭ്യമാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി പരസ്പര മൈത്രിയിൽ നമുക്കെല്ലാവർക്കും നിൽക്കാൻ കഴിയുക എന്നതാണ് ഇതിനകത്ത് നമ്മുടെ മുന്നിലുള്ളൊരു സൊല്യൂഷൻ. പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും പൊതുവായൊരു ലക്ഷ്യം നേടാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് എല്ലാവരും അങ്ങനെയാണ് ഐക്യപ്പെട്ട് നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെയാണ്. നമുക്കത് സാധ്യമാണ്. അതിനൊരു സാധ്യത നമ്മുടെ മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാവി തീർച്ചയായും ദളിതർക്കിടയിൽ ഐക്യമുണ്ടായി വരുമെന്നുള്ളതും അത് ഭാവിയിൽ ഗവൺമെൻറ് രൂപീകരണത്തിലേക്കോ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്ന തരത്തിലൊക്കെ ആയിരിക്കും അത് വളരാൻ പോകുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിൻ്റെ നമ്മൾ നടത്തിയ സമരത്തെ കേരളം സ്വീകരിച്ചു എന്ന അധിക ഉത്തരവാദിത്വത്തെ മുൻനിർത്തി വേണം നമ്മൾ കാര്യങ്ങൾ ആലോചിക്കാൻ. അതുകൊണ്ട് ജില്ലാതലത്തിലുള്ള വസ്തുതാപരമായ റിപ്പോർട്ടിംഗ് നമുക്ക് കിട്ടുമ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഭാവി പരിപാടിയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയും. ഞാൻ 2-3 പേജുകളിലായി എഴുതിയ ആ ഒരു സംഭവത്തിൻ്റെ സമ്മപ്പാണ് ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞത്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചോ അത്തരം കാര്യങ്ങൾ നമ്മൾ വിജയകരമായി ചെയ്തു. അത് ഈ സംസ്ഥാന നേതൃത്വം ചെയ്തു എന്നുള്ള ഒരു അവകാശവാദവും അല്ല പറയുന്നത്. കേരളത്തിലെ ദളിത് സംഘടനകൾ, ആദിവാസി സംഘടനകൾ സ്വയം സന്നദ്ധമായി അത് ഏറ്റെടുക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തു. അതിൽ പലതരത്തിൽ ഇടപെട്ടവരുണ്ട്. പൂർണ്ണമായി ഇടപെട്ടവരുണ്ട്, ഭാഗികമായി ഇടപെട്ടവരുണ്ട്. അങ്ങനെ പലതരത്തിൽ ഇടപെട്ടവരായിരിക്കും ഉണ്ടാവുക. അതിനകത്തൊരു വേർതിരിവൊന്നും നമ്മളിപ്പോൾ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവരുടെയും ഐക്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാ സ്ഥലത്തും ഹർത്താൽ പ്രതിഫലിച്ചത് എന്നത് വസ്തുതാപരമായൊരു കാര്യമായി നമ്മൾ